ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഡുവൽ നേച്ചർ ആറ്റംസ് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റത്തിന്റെ ആ ഒരു സെൻട്രൽ കോർ അല്ലേ, അതായത് മോസ്റ്റ് ഓഫ് ദി മാസും പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളും എന്ത് ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ പാർട്ടിനെ വിളിച്ച പേരായിരുന്നു ന്യൂക്ലിയസ് എന്നുള്ളത്. ആ ന്യൂക്ലിയസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്താ ഒരു ന്യൂക്ലിയസിലുള്ളത് നോക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ഇനി നമ്മൾ കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസിലോട്ട്. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടടാ. ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ സെൻട്രൽ ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പോർഷനിൽ കാണുന്നതാണ് എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിൽ എന്തൊക്കെ കാണും മക്കളെ? ന്യൂട്രോണും കാണും, അതുപോലെ തന്നെ ആരും കാണും? പ്രോട്ടോണും കാണും. ന്യൂക്ലിയസില് ന്യൂട്രോണും പ്രോട്ടോണും കാണും. അതിന്റെ അകത്ത് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആയിരിക്കും അല്ലേ? പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുപോലെ ന്യൂട്രോൺ, അപ്പോ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ലെസ് ആണ്. അതുകൊണ്ടല്ലേ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആയി. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഒന്നുമില്ല, അത് ചാർജ് ലെസ് ആണ്. ആ ടൈമിൽ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ്ലി ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവ്ലി ചാർജ് എന്ന് പറയുമ്പോൾ ചാർജ് ഇല്ല. അതിന്റെ ചാർജ് എത്രയാണെന്ന് അറിയേണ്ടത്? എത്രയാ? പ്ലസ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബ്. ഇലക്ട്രോണിന്റെ ചാർജ് ആകുമ്പോൾ എത്ര വരും? -1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബ് എന്ന് വരും. അപ്പൊ ന്യൂട്രോൺ ചാർജ്ലെസ് ആണ്, അവർക്ക് ചാർജ് ഇല്ലല്ലോ, അതുകൊണ്ട് അത് പഠിക്കണ്ട, അതില്ല. ഇനി പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്, മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്ര വരുവാടാ? 1.00727 U. ഓക്കെ അല്ലെ? യു എന്ന് പറഞ്ഞാൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. 1.00727 U ആണ് എന്ത് മക്കളെ? പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ 1.6726 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് വരും. 1.6726 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഇത് പ്രോട്ടോണിന്റെ മാസാ. ന്യൂട്രോൺ ഒരു മാസ് കാണുമല്ലോ. മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്ര കിട്ടുമെന്നോ? 1.00866 U ആണ് എന്താ ഒരു ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കിലോഗ്രാമിലാക്കിയാൽ 1.6749 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? ഇതാണ് ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏകദേശം ഇവര് രണ്ടുപേരും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കുക. 1.67 വരെ കറക്റ്റ് അല്ലേ? പിന്നെ 10⁻⁻27 കറക്റ്റാ. അതായത് ഒരു കുഞ്ഞു ഡിഫറൻസ് അവരുടെ മാസുകൾ തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? ആൾമോസ്റ്റ് സിമിലർ ടു എന്താണ് നമുക്ക് പറയാം? മാസ് ഓഫ് ന്യൂട്രോൺ ആണെന്ന് പറയാം. അത് നമ്മൾ എത്രയായിട്ട് എടുക്കും? രണ്ടിന്റെ മാസ് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്നായിരിക്കും നമ്മൾ എടുക്കുക. ആൾമോസ്റ്റ് എന്താണ്? അവർ തമ്മിലുള്ള മാസ് സിമിലർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രോട്ടോൺ എന്തൊക്കെയാണ് ന്യൂക്ലിയസിലുള്ള? പ്രോട്ടോണും ന്യൂട്രോൺ ആണ്. പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ് ആണ്, ന്യൂട്രോൺ എന്താണ്? ചാർജ് ലെസ് ആണ്. അവരുടെ ചാർജ് പറഞ്ഞു, അവരുടെ മാസ് പറഞ്ഞു. എറൗണ്ട് അവർ രണ്ടുപേരും സിമിലർ മാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രയായിട്ട് എടുക്കാം? അവരുടെ രണ്ടുപേരുടെ മാസ് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ന്യൂക്ലിയസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നാ പറയുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ് നമ്മൾ പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് ന്യൂക്ലിയസ് പറയടാ. എങ്ങനെയാ നമ്മൾ ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ കുഞ്ഞിലെയൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലായിക്കോട്ടെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലായിക്കോട്ടെ, എല്ലായിടത്തും ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? എലമെന്റ് എക്സ് ആണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിൽ, ഇതാണ് എക്സ് എന്ന് പറയുന്ന എലമെന്റ്. എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിൽ അതിന് എന്തൊക്കെ കാണും? അറ്റോമിക് നമ്പറും കാണും, മാസ് നമ്പറും കാണും. അതിന്റെ അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പറും മുകളിൽ. കണ്ടോ? എക്സ് എ ഇസഡ്. ഇങ്ങനെ ആയിരിക്കും ഒരു ന്യൂക്ലിയസിനെ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഇസഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? അറ്റോമിക് നമ്പർ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. ഇനി അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആർക്കാ ഈക്വൽ ആവുന്നത്? ആ ഒരു ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോണിന് എന്ത് ഈക്വൽ ആയിരിക്കും? അറ്റോമിക് നമ്പർ ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോണിന് അറ്റോമിക് നമ്പർ ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്തോ റെപ്രസെന്റ് ചെയ്യുന്ന? മാസ് നമ്പർ ആണ്. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആ ഒരു ന്യൂക്ലിയസിൽ ടോട്ടൽ എന്തൊക്കെ ഉണ്ടെന്നാ. ഒരു ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആയിരിക്കും. എന്ത് മക്കളെ? മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അതിനെ നമുക്ക് ടുഗദർലി എന്ത് വിളിക്കാടാ? നമ്പർ ഓഫ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കാം. നമ്പർ ഓഫ് ന്യൂക്ലിയോൺ എന്ന് വിളിക്കാം. പ്രോട്ടോൺ
പ്രോട്ടോണും ന്യൂട്രോണും ടുഗദർ വിളിക്കുന്ന പേരാണ് എന്താ ന്യൂക്ലിയോൺ. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണിന്റെ സം ആണ് എന്ത് മക്കളെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോണിനെ വിളിച്ച പേരാണ് എന്താ അറ്റോമിക് നമ്പർ എന്നുള്ളത്. ഇനി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് XAZ എന്നാണ്. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺ ഒരു എലിമെന്റ് എന്നിട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തെടുത്താൽ മതി, അവിടുത്തെ അറ്റോമിക് നമ്പർ എത്ര നോക്കിയാൽ മതി. ഇനി അതൊരു ചാർജ് ലെസ് സ്പീഷീസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്തിന് തന്നെ ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് പ്രോട്ടോൺ തന്നെ ഈക്വൽ ആയിരിക്കും. അതൊരു ന്യൂട്രോൺ ആണ്, ശരി അതൊരു ന്യൂട്രോൺ അല്ല, അതൊരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ എന്താണ് അവിടുത്തെ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ സെയിമും ആയിരിക്കും. ഇനി ചാർജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇലക്ട്രോണിന്റെ നമ്പർ കണ്ടുപിടിക്കും. ഇവിടെ ഇപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്, ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ മതി. നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അറ്റോമിക് നമ്പർ, പ്രോട്ടോണും ന്യൂട്രോണിന്റെ സമ്മാണ് എന്ത് മാസ് നമ്പർ. അപ്പൊ ന്യൂട്രോൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ എം ആണ്, അറ്റോമിക് നമ്പർ എന്ന് ഇസഡ്. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണോടാ, എ മൈനസ് ഇസഡ് എടുക്കണം. എ മൈനസ് ഇസഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു, അവിടെ ഉള്ള ഇസഡ് എന്താണ്, എന്താ എ എന്താണ് നമ്മൾ പറഞ്ഞു, അവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നമ്മൾ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ. നമുക്ക് ന്യൂക്ലിയർ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യാം അല്ലെ. നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ, ഐസോടോപ്സ് ഉണ്ട്, ഐസോബാർസ് ഉണ്ട്, ഐസോട്ടോൺസ് ഉണ്ട്. ഇനി ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എന്തായിരിക്കും സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും. രണ്ട് എലിമെന്റ്സിന് എന്താണ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാടാ, നമുക്ക് അവരെ ഐസോടോപ്സ് എന്ന് വിളിക്കാം. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണെങ്കിൽ അവരെന്ത് വിളിക്കാം, ഐസോടോപ്സ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ ആണ് 1H1 2H1 3H1. നോക്കാം, ഇവിടെ മൂന്നിടത്തും അറ്റോമിക് നമ്പർ എന്താടാ സെയിം അല്ലേ, മൂന്നിടത്തും 1 ആണ്, പക്ഷെ മാസ് നമ്പർ എന്താ ഡിഫറെന്റ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയാലും C14 6 C6 12, രണ്ടിടത്തും അറ്റോമിക് നമ്പർ എന്താ 6 തന്നെയാണ്, പക്ഷെ അവിടെ മാസ് നമ്പർ എന്താ ഡിഫറെന്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോ സെയിം മാസ് നമ്പർ, അതായത് രണ്ട് എലമെന്റ്സിന് എന്താണ് മാസ് നമ്പർ സെയിം ആണ്, പക്ഷെ അവർക്ക് എന്താണ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ന്യൂക്ലിയറുകളെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ, ഐസോബാർ എന്നുള്ളത്. ഇവിടെ നോക്ക്, ഇവിടെ ഈ ഒരു സൈഡിൽ ഈ മുകളിൽ കാണിക്കുന്ന മാസ് നമ്പർ, രണ്ടിടത്തെയും മാസ് നമ്പർ എന്താണ് 3 ആണ്, പക്ഷെ നോക്ക് അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയ C14 6 N14 7, രണ്ടിടത്തും മാസ് നമ്പർ എന്താ സെയിം ആണ്, പക്ഷെ അവിടെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ മാസ് നമ്പർ സെയിം ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം, ഐസോബാർ എന്നും, അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ അവരെ നമുക്ക് ഐസോടോപ്സ് എന്നും വിളിക്കാം. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് മക്കളെ, ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാം, അവിടെ ന്യൂട്രോണിന്റെ നമ്പർ സെയിം ആയിരിക്കും. അവിടെ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും. രണ്ട് ന്യൂക്ലിയറിൽ എന്താണ് ന്യൂട്രോണിന്റെ നമ്പർ ആണ് സെയിം എങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ന്യൂക്ലിയറുകളെ എന്ത് വിളിക്കാം, ഐസോട്ടോൺസ് എന്ന് വിളിക്കാം. ഇനി ന്യൂട്രോണിന്റെ നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ എ മൈനസ് ഇസഡ് എടുക്കും അല്ലെ, അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കും. ഇവിടെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് എത്ര കിട്ടും, 17 - 7 10 എന്ന് കിട്ടും. ഇവിടെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് 18 - 8 എത്ര കിട്ടും, 10 എന്ന് കിട്ടും. അപ്പൊ രണ്ടിടത്തും 10 അല്ലേ നമ്പർ ഓഫ് ന്യൂട്രോൺ, അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് രണ്ടിടത്ത് സെയിം ആണ് എങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാം, ഐസോട്ടോൺസ് എന്ന് വിളിക്കാം. അപ്പൊ ഐസോടോപ്സ്, ഐസോബാർ, ഐസോട്ടോൺസ്. ക്ലിയർ അല്ലേ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എങ്ങനെ തരും, ഇവിടെ 2 അല്ലെങ്കിൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇവരിൽ ആരാണ് ഐസോട്ടോൺസ് എന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, രണ്ടിടത്ത് അവിടുത്തെ മാസ് നമ്പർ അറ്റോമിക് നമ്പർ കുറച്ച് നോക്കണം 4 ഓപ്ഷൻസിൽ. അപ്പൊ എവിടെയാണോ രണ്ടിന് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടുന്നത് അതായിരിക്കും എന്താ ഐസോട്ടോൺസിന് എക്സാമ്പിൾ. ബാക്കി അങ്ങോട്ടും അങ്ങനെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണം, നമ്മൾ ജസ്റ്റ് നോക്കുമ്പോഴേ നമുക്ക് ഐസോടോപ്സ് ഐസോബാർസും അറിയാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ന്യൂക്ലിയസിന്റെ സൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോ ന്യൂക്ലിയസ് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, റെപ്രസെന്റേഷൻ പറഞ്ഞു, വിവിധ തരം ന്യൂക്ലിയർ ഉള്ളത് പറഞ്ഞു. ഇനി സൈസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഞാൻ പറയാം, എന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയസിൽ 10 ന്യൂട്രോണും അതുപോലെ തന്നെ 10 പ്രോട്ടോണും ഉണ്ട്. ഓക്കെ അല്ലെ. അപ്പൊ എന്റെ ന്യൂക്ലിയസിന്റെ സൈസ് ഇങ്ങനെയല്ലേ ഇരിക്കാം. ഓക്കെ, ഇനി എന്റെ അടുത്തൊരു ന്യൂക്ലിയസില് അപ്പൊ അത് എത്രയുണ്ട്, ഒരു 30 ന്യൂട്രോണും ഉണ്ടോ. അതുപോലെ തന്നെ എത്രയുണ്ട്, 30 പ്രോട്ടോണും ഉണ്ട്. 30 ന്യൂട്രോണും 30 പ്രോട്ടോണും.
ഓക്കെ അല്ലേ? എങ്കിൽ എന്റെ ന്യൂക്ലിയസിന്റെ സൈസ് ഇവിടെ എങ്ങനെ വരുവാടാ? ഇത്രയാവത്തില്ലേ? അതായത് ന്യൂക്ലിയസിന്റെ സൈസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ വോളിയം ആരെ ഡിപ്പെൻഡ് ചെയ്യണം? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെ ഡിപ്പെൻഡ്. കണ്ടോ, ഇവിടെ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും സം. ഇവിടെ ന്യൂക്ലിയസിന്റെ നമ്പർ ഇവിടെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പൊ അതിന്റെ വോളിയം എന്ത് ചെയ്തു? കൂടി. അപ്പൊ നമുക്ക് പറയാം വോളിയം ഓഫ് ദി ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ സൈസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാടാ? നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാസ് നമ്പർ അല്ലേ? അതായത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാടാ? മാസ് നമ്പർ എന്ന് എഴുതാം, എ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. വോളിയം, ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ്. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻ ഒരു 4/3πr³ വരും. അപ്പൊ 4/3πr³ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് വരത്തില്ലേ? ഇവിടുന്ന് 4/3π കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ r³ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് വരും. എ എന്താണ്? മാസ് നമ്പർ ആണ്. ഇവിടുന്ന് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? ഇവിടെ a⁻1/3 എന്ന് വരും. ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a⁻1/3. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് ഇവിടെ കൊണ്ടുവരും. അപ്പൊ എങ്ങനെ കിട്ടും? r ഈസ് ഈക്വൽ ടു r0 a⁻1/3 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ റേഡിയസിന്റെ ഇക്വേഷൻ. സൈസ് വെച്ച് നമ്മൾ റേഡിയസിന്റെ ഇക്വേഷനാണ് പറയുന്നത്. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു r0 a⁻1/3. ഇനി r0യുടെ വാല്യൂ എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം. എത്ര മക്കൾ? r0യുടെ വാല്യൂ 1.2 ഫെർമി മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് 1.2 × 10⁻⁻15 മീറ്റർ എന്ന് എഴുതാം r0യുടെ വാല്യൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടെന്ന് കരുതുക. രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ r1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? r0 a1/1/3 r2 ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? r0 കോൺസ്റ്റന്റ് അല്ലേ? r0 a2/1/3 എന്ന് എഴുതാം. എഴുതാമല്ലോ? എഴുതാം. ഇവിടുന്ന് എനിക്ക് എങ്ങനെ കിട്ടും? r1/r2 എടുക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാടാ? പറഞ്ഞേ. r1/r2 ഈസ് ഈക്വൽ ടു a1/a2 the whole raised to r0 രണ്ടിനും വേണ്ടി പോകത്തില്ലേ? a1/a2 the whole raised to 1/3 എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? r ഈസ് ഈക്വൽ ടു r0 a⁻1/3 r1/r2 ഈസ് ഈക്വൽ ടു a1/a2 the whole raised to 1/3. ഈ രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്യല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ വോളിയം എന്ന് പറയുന്നത് എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ആ ഒരു ന്യൂക്ലിയോന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും. അവിടുന്ന് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ വരും. വോളിയത്തെ r³ എന്ന് എഴുതാം. r³ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ വരും. അവിടെ നമുക്ക് r0യുടെ r-ന് ഒരു റിലേഷൻ കിട്ടി. r ഈസ് ഈക്വൽ ടു r0 a⁻1/3. r0ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ? അല്ല, വാല്യൂ ഉണ്ട് നമുക്ക് 1.2 × 10⁻⁻15 മീറ്റർ. ഇനി കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ r1/r2 ഈസ് ഈക്വൽ ടു എങ്ങനെ എടുത്താൽ മതി? a1/a2 the whole raised to 1/3 എന്ന് എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ടാ വരുന്നത്. ഇഫ് ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് 27 അലൂമിനിയം ഈസ് 3.6 ഫെർമി, ദ അപ്രോക്സിമേറ്റ് ന്യൂക്ലിയർ റേഡിയസ് ഓഫ് 64 കോപ്പർ ഇൻ ഫെർമി ഈസ്. അപ്പൊ നമുക്ക് ഇവിടെ അലൂമിനിയം ആണ് ഫസ്റ്റ്. അപ്പൊ r1 ഈസ് ഈക്വൽ ടു എന്തെടുക്കാം? r1 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഫസ്റ്റ് ഇതിന്റെ 3.6 ഫെർമി മീറ്റർ. അപ്പൊ 3.6 ഫെർമി മീറ്റർ എന്ന് എടുക്കാം. ഓക്കെ അല്ലെ? r2 ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ റിലേഷൻ? r1/r2 ഈക്വൽ, കമ്പയർ ചെയ്യുമ്പോൾ ഈ റിലേഷൻ വേണം ഓർക്കാൻ. a1/a2 the whole raised to 1/3 ആണ് നമുക്കറിയാം. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ ഇവിടുന്ന് r1 എത്രയാണ്? 3.6 ആണ്. ഡിവൈഡ് ബൈ r2 ഈസ് ഈക്വൽ ടു അലൂമിനിയത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? 27 ആണ്. അപ്പൊ 27 ബൈ, ഇനി കോപ്പറിന്റെ മാസ് നമ്പർ എത്രയാണ്? 64 ആണ്. the whole raised to 1/3. അപ്പൊ എങ്ങനെ കിട്ടും? 3.6/r2 ഈസ് ഈക്വൽ ടു 27 എനിക്ക് എങ്ങനെ എഴുതാം? 3³ എന്ന് എഴുതാം. 64നെ എങ്ങനെ എഴുതാം? 4³ എന്ന് എഴുതാം. the whole raised to 1/3. അപ്പൊ ഇവിടുത്തെ ഈ 3 പോവും. ഇതിനും 3 raised to 1/3 ഇല്ല. 3 1/3 കൂടെ പോവും. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടൂടാ? 3.6/r2 ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് r2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3.6 × 4/3 എന്ന് വരും. ഇതും വെട്ടിയ 1.2 കിട്ടും. 1.2 × 4 എത്ര കിട്ടും? 4.8 ഫെർമി എന്ന് കിട്ടും. ഓക്കെ അല്ലെ? 4.8 ഫെർമി. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Radius of nucleus 135x is r. Calculate the radius of nucleus of 14y. അതിന്റെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ആ റിലേഷൻ തന്നെ ഉപയോഗിക്കാമല്ലോ. r1/r2 is equal to a1/a2 the whole raised to 1/3. ഓക്കെ അല്ലേടാ? r1 എന്ന് പറയുന്ന r തന്നെ ഇട്ട് കൊടുക്കാം. r2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 14 r2 is equal to a1 എത്രയാണ്? 135 ഡിവൈഡഡ് ബൈ a2 എത്രയാണ്? 40 the whole raised to 1/3. ഓക്കെ അല്ലേ? 135നെ 40 വെട്ടിക്കൂടെ? 135നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുവാടാ? നോക്കി, 2 5s are 10, 35 7, അത് 27. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? r/r2 ഈസ് ഈക്വൽ ടു
27 5 വെച്ചാൽ രണ്ടിടത്തും ഡിവൈഡ് ചെയ്യുന്നു 27 divided by 8 the whole raised to 1/3 എന്ന് കിട്ടും. അതായത് r/r2 is equal to 27 3 cube എന്ന് എഴുതിക്കൂടെ 3 cube the whole raised to 1/3 divided by 8 ന് എനിക്ക് 2 cube എന്ന് എഴുതാം 2 cube the whole raised to 1/3 3 3 രണ്ടിടത്തും വെട്ടിപ്പോയല്ലോ. അപ്പൊ എങ്ങനെ കിട്ടി r/r2 is equal to 3/2 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇവിടുന്ന് r2 is equal to 2r/3 r2 is equal to എത്ര കിട്ടി 2r/3. അപ്പൊ 14y റേഡിയസ് ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ മറ്റേന്റെ 2/3 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The radius of 27 aluminum 13 is 3.6 Fermi. Find the radius of 125 tellurium 52 nucleus. നമ്മുടെ നീറ്റ് എക്സാമിന് ചോദിച്ചൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ റിലേഷൻ എന്താ r1/r2 is equal to a1/a2 the whole raised to 1/3. r1 എത്ര മക്കളെ അലൂമിനിയത്തിന്റെ എടുക്കാം 3.6 divided by r2 ആണ് കണ്ടുപിടിക്കേണ്ടത്. r2 is equal to a1 എത്ര അലൂമിനിയത്തിന്റെ 27 divided by a2 ടെല്ലൂറിയത്തിന്റെ എത്രയാ 125 ആണ് മാസ് നമ്പർ the whole raised to 1/3. That is 3.6 by r2 is equal to 27 3 cube എന്ന് എഴുതാം divided by 125 5 cube എന്ന് എഴുതാം. ഇതിനും raised to 1/3 ഉണ്ട്. ഇവിടെ എന്താണ് മക്കളെ raised to 1/3 ഉണ്ട്. ഈ 3 3 പോകും ഈ 3 3 പോകും. അപ്പൊ 3.6 by r2 is equal to എത്ര കിട്ടും 3/5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് r2 is equal to എത്ര കിട്ടും 3.6 into 5/3 എന്ന് വരും. ഇതും വെട്ടിയ 1.2 കിട്ടും. 1.2 into 5 എത്ര കിട്ടും മക്കളെ 6 ഫെർമി എന്ന് കിട്ടും 6 ഫെർമി. ഓക്കെ അല്ലേ? സോ ആൻസർ ഏത് വരും ഓപ്ഷൻ ബി is the right answer. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 189 splits into 2 nuclei having mass numbers 125 and 64. ഇത് റേഷ്യോ ഓഫ് ദി റേഡിയസ് ഓഫ് 2 ഡോട്ടർ ന്യൂക്ലിയർ റെസ്പെക്റ്റീവ്ലി നമ്മുടെ 2022 നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ 189 ആയിരുന്നു. അത് എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്ത് 2 ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറി. ആ 2 ന്യൂക്ലിയറുടെ മാസ് നമ്പർ തന്നിട്ടുണ്ട് 125 64 ആണ്. എങ്കിൽ ആ 2 ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് പോയില്ലേ അതൊരാണ് ഡോട്ടർ ന്യൂക്ലിയസ്. അപ്പൊ ആ ഡോട്ടർ ന്യൂക്ലിയറുടെ റേഡിയസിന്റെ റേഷ്യോ എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ r1/r2 ആണ് കണ്ടുപിടിക്കേണ്ടത് ഡോട്ടർ ന്യൂക്ലിയർ. എന്താണ് a1/a2 the whole raised to 1/3 ഈക്വൽ ആവും. a1 a2 എത്രയാന്ന് നമുക്കറിയാം. ഡോട്ടർ ന്യൂക്ലിയറുടെ മാസ് നമ്പർ 125 64 ആണ്. അപ്പൊ 125/64 the whole raised to 1/3 എന്ന് വരും. 125നെ 5 ക്യൂബ് എന്ന് എഴുതിയാൽ 5 ക്യൂബിനും ഉണ്ട് എന്ത് പവർ raised to 1/3. 64ന്റെ 4 ക്യൂബ് എന്ന് എഴുതാം 4 ക്യൂബ് the whole raised to എന്ത് കിട്ടും 1/3 കിട്ടും. ഈ 3 പോവും എത്ര കിട്ടും 5/4 എന്ന് കിട്ടും 5:4. അപ്പൊ ആൻസർ ചെയ്ത് വരൂടാ ഓപ്ഷൻ എ is the right answer. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ന്യൂക്ലിയസ് സൈസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ സൈസിനെ പറ്റി അവരുടെ റേഡിയസ് തമ്മിലുള്ള റിലേഷൻ ഒക്കെ പഠിച്ചു. എന്തായിരുന്നു റിലേഷൻ ഒന്നും കൂടെ പറയാം. r is equal to r0 raised to 1/3. കമ്പയർ ചെയ്യാനാണെങ്കിൽ r1/r2 is equal to a1/a2 the whole raised to 1/3. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു റിലേഷൻ ആണ്. ഇനി അത് മറന്നുപോലെ. ഓക്കെ അല്ലേ? ഈ ഒരു ചാപ്റ്ററിന് ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിന് എന്ത് വെച്ചാൽ നമ്മൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ആവണം. ഇനി അടുത്താണ് ന്യൂക്ലിയർ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മെയിൻ ആയിട്ട് നോക്കണം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ന്യൂക്ലിയർ ഡെൻസിറ്റി ആരും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ മാസ് നമ്പറിനെ അവർ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് നമുക്കറിയാം അല്ലെ. മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ താരൊക്കെയുണ്ട് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. അതെന്താണ് അവരുടെ മാസ് നമ്പർ അല്ലേ. അപ്പൊ എ ഇൻറ്റു അതിന്റെ ഓരോന്നിന്റെ മാസ് ഒരു യു ആണ് എടുക്കാം. അപ്പൊ എ യു ബൈ വോളിയം എന്താ മക്കളെ 4/3 πr³ അല്ലേ. അതെ. അപ്പൊ ഇവിടെ നിന്ന് എ യു ഡിവൈഡഡ് ബൈ 4/3 π ഇൻറ്റു ആറിനെ നമുക്കിപ്പോ റിലേഷൻ പഠിച്ചു r0 raised to 1/3. അപ്പൊ r0 raised to 1/3 the whole cube എന്ന് കിട്ടത്തില്ലേ കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം എ യു ഡിവൈഡഡ് ബൈ 4/3 π r0 ക്യൂബ് ഇൻറ്റു a raised to 1/3 ക്യൂബ് എടുക്കുമ്പോൾ ഈ 3 വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും എ എന്ന് കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് ഈ ഒരു എയും വെട്ടിപ്പോകത്തില്ലേ. അപ്പൊ എനിക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും മക്കളെ യു ഡിവൈഡഡ് ബൈ 4/3 π r0 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് എന്താ ഡെൻസിറ്റിയുടെ എന്താ ഇക്വേഷൻ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതിന്റെ അകത്ത് യു എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.6 into 10 raised to -27 കിലോഗ്രാം അല്ലേ. അതെ. അതുപോലെ തന്നെ 4/3 π കോൺസ്റ്റന്റ് ആണ്. r0യുടെ വാല്യൂ നമുക്കറിയാം 1.2 ഫെർമി മീറ്റർ ആണ്. അങ്ങനെ ഈ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ത് കിട്ടും ഒരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നോട്ട് ചെയ്ത് വെക്കണം. എത്രയാണ് ന്യൂക്ലിയർ ഡെൻസിറ്റിക്ക് നമുക്ക് 2.3 into 10 raised to 17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ?
2.3 into 10⁻⁷ kg/m3 എന്ന് കിട്ടും. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ? ഇതിപ്പോ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മൾ ഈ റിലേഷൻ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ എവിടെയും അറ്റോമിക് നമ്പറോ മാസ് നമ്പറോ ഇല്ല. അപ്പൊ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് നമ്പറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാം അത് എന്തായിരിക്കും? എല്ലാ ന്യൂക്ലിയസിനും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ന്യൂക്ലിയർ ഡെൻസിറ്റി ഏതൊരു എലമെന്റിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 2.3 into 10⁻⁷ kg/m3 ആയിരിക്കും. അപ്പൊ ഇനി ഇവരുടെ റേഷ്യോ ചോദിച്ചാലോ? ഏത് ന്യൂക്ലിയസ് എടുത്താലും 2.3 into 10⁻⁷ ആണ്. അപ്പൊ രണ്ട് എലമെന്റ് എന്നിട്ട് അവിടെ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ റേഷ്യോ ചോദിച്ചാൽ എപ്പോഴും എത്രയായിരിക്കും മക്കളെ കിട്ടുക? 1:1 ആയിരിക്കും കിട്ടുന്നത്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ന്യൂക്ലിയർ റേഡിയും ചോദിക്കാം, ഡെൻസിറ്റിയും ചോദിക്കാം. റേഡി ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യും R = R0 ഡെൻസിറ്റി ആകുമ്പോൾ അത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വാല്യൂ ഇപ്പൊ തന്നെ പഠിക്കണം. 2.3 into 10⁻⁷ kg/m3. അത് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? മാസ് നമ്പറോ അറ്റോമിക് നമ്പറോ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ റേഷ്യോ എടുക്കുന്ന എപ്പോഴും എത്ര കിട്ടും? 1:1 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 2 nuclei have their mass numbers in the ratio 1:3. അതായത് രണ്ട് ന്യൂക്ലിയർ ഉണ്ട്, അവരുടെ മാസ് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:3 ആണ്. ദ റേഷ്യോ ഓഫ് ദ ന്യൂക്ലിയർ ഡെൻസിറ്റീസ് വുഡ് ബി. എങ്കിൽ അവരുടെ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. മാസ് നമ്പർ മാറിയെന്നും പറഞ്ഞ് ഡെൻസിറ്റി മാറോ? ഇല്ല. ന്യൂക്ലിയർ ഡെൻസിറ്റി രണ്ടിടത്തും 2.3 into 10⁻⁷ ആയിരിക്കും. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? 1:1 ആയിരിക്കും കിട്ടുക. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോണ അറ്റോമിക് മാസ് എന്താണെന്നാണ്. നമുക്കറിയാം അറ്റോമിക് മാസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടൈം ഒന്നും അല്ലല്ലേ. നമ്മൾ കെമിസ്ട്രിയിൽ പ്ലസ് പഠിക്കുമ്പോൾ തൊട്ടേ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അറ്റോമിക് മാസ് എന്നൊക്കെ ഉള്ളത്. അറ്റോമിക് മാസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് AMU അല്ലെങ്കിൽ U എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. ഇനി എന്താ മക്കളെ ഒരു AMU, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ 1 വിളിച്ച പേരാണ് എന്ത് മക്കളെ? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത്രയുള്ളടാ. ഒരു കാർബൺ 12 ആറ്റത്തിന് ഞാൻ എടുത്ത് 12 പീസായിട്ട് മുറിക്കാന്ന് വിചാരിക്കുക. അതിൽ ഒരു പീസിന്റെ മാസ് ആണ് എന്ത്? ഒരു AMU എന്ന് പറഞ്ഞാൽ. അപ്പൊ 1U = എങ്ങനെ എഴുതാം? മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12. ഇനി ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1.992647 into 10⁻⁻26 കിലോഗ്രാം ആണ്. അപ്പൊ അതിനെ 12 വെച്ച് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം ഒരു AMU കിട്ടാൻ. അവിടെ നിന്ന് ഒരു AMU അല്ലെങ്കിൽ ഒരു U എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1.660539 into 10⁻⁻27 കിലോഗ്രാം എന്ന് കിട്ടും. അങ്ങനെയാണ് ഒരു AMUന്റെ വാല്യൂ എങ്ങനെ കിട്ടിയത്? 1.66 into 10⁻⁻27 കിലോഗ്രാം എന്ന് കിട്ടിയത്. അപ്പൊ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു U എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പറയുന്ന അടുത്തൊരു ടൈം ആണ് ആവറേജ് മാസ്. നമ്മുടെ NCERT ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ നോട്ട്സിന്റെ കൂടെ തന്നെ, അതായത് അതിന്റെ എന്താണ് ആ ഒരു NCERTലെ പോയിന്റ്സിന്റെ ഇടയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആവറേജ് മാസ് കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു എലമെന്റിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ബോറോൺ എടുക്കാന്ന് വിചാരിക്കും. ബോറോണ് 2 ഐസോട്ടോപ്പ് ഉണ്ട്. ഏതൊക്കെയാടാ? 10 ബോറോൺ 5 ഉണ്ട്, 11 ബോറോൺ 5 ഉണ്ട്. ഇത് ബോറോണിന്റെ 2 ഐസോട്ടോപ്പ് ആണ്. കണ്ടോ? രണ്ടിടത്തും അറ്റോമിക് നമ്പർ സെയിം ആണ്. എന്നിട്ട് ഇവരുടെ റിലേറ്റീവ് അബണ്ടൻസ് തന്നിട്ടുണ്ട്. ഇത് X1 ആണ്, ഇത് X2 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയാ ഇവരുടെ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഈ ഒരു എലമെന്റിന്റെ ബോറോണിന്റെ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? M1 into X1 ചെയ്യണം, M1 into X1 ചെയ്യണം, പ്ലസ് M2 into X2 ഡിവൈഡഡ് ബൈ 100. അതാണ് എന്റെ ഇക്വേഷൻ. ആവറേജ് അറ്റോമിക് മാസിന്റെ ഇക്വേഷൻ ആണ് M1x1 പ്ലസ് M2x2 ബൈ 100. ഓക്കെ അല്ലേ? ഒരു എലമെന്റിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്. ആ 2 ഐസോട്ടോപ്പിന്റെ റിലേറ്റീവ് അബണ്ടൻസ് X1 X2 തന്നാൽ വിത്ത് അറ്റോമിക് മാസ്, അവിടെ ഈ M1 M2 എന്താണെന്നാണ് അവരുടെ അറ്റോമിക് മാസ് ആണ്. ഇപ്പൊ ഇവിടുത്തെ ബോറോണിന്റെ അറ്റോമിക് മാസ് എന്താണ്? 10 ആണ്. ഇവിടുത്തെ ബോറോണിന്റെ അറ്റോമിക് മാസ് എന്താ? 11 ആണ്. അപ്പൊ അറ്റോമിക് മാസ് M1 M2 തന്നിരുന്ന നമ്മൾ എന്ത് ചെയ്യണം? M1x1 പ്ലസ് M2x2 ബൈ 100 എന്ന് എടുക്കണം. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ആവറേജ് മാസിന്റെ ഇക്വേഷൻ. നമുക്കതൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. Chlorine has 2 isotopes having masses 34.98U and 36.98U. The relative abundance of these isotopes are 75.4 and 24.6%. Then average mass of chlorine is. അപ്പൊ ആവറേജ് മാസ് ഓഫ് ക്ലോറിനെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ ചെയ്യോടാ? നമുക്കറിയാം ആവറേജ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ ആവറേജ് മാസിന്റെ ഇക്വേഷൻ എന്താ? M1x1 പ്ലസ് M2x2 ഡിവൈഡഡ് ബൈ 100. ഇതല്ലായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതെ. ഇവിടെ M1 എത്രയാ മക്കളെ? ഫസ്റ്റിന്റെ മാസ് എത്രയാ? ഫസ്റ്റ് ഐസോട്ടോപ്പിന്റെ 34.98 ആണ്. അപ്പൊ 34.98 ഇൻറ്റു അവിടുത്തെ X1 റിലേറ്റീവ് അബണ്ടൻസ് എത്രയാ? 75.4 ആണ്. അപ്പൊ 75.4 പ്ലസ് M2 എത്രയാണ്? 36.98 ഇൻറ്റു അവിടുത്തെ X2 എത്രയാ? അവിടുത്തെ റിലേറ്റീവ് അബണ്ടൻസ് എത്രയാ? 24.6.
ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും 100 എന്ന് കിട്ടും. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് 35.47 U എന്ന് കിട്ടും. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ഇവിടെ 35.47 U ആണ്. നമ്മുടെ NCERT-യിലെ തന്നെ സെന്റൻസിന്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ മോഡൽ ആക്കിയെന്നേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ ആവറേജ് മാസിന്റെ അറ്റോമിക് മാസിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. M1x1 + M2x2/100. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് മാസ് എനർജി റിലേഷനിലോട്ടാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഇക്വേഷൻ ആണ് E = mc². ആര് കൊണ്ടുവന്നെയാണ്? നമ്മുടെ ഐൻസ്റ്റീൻ കൊണ്ടുവന്നെയാണ്. അതായത് ഐൻസ്റ്റീൻ പറഞ്ഞു മാസിനെ എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റൂടാ, മാസ് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫോം ആണ്, മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അവർ തമ്മിൽ എന്താണ് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഇക്വേഷൻ ആണ് E = mc². മാസ് ഇസ് എ ഫോം ഓഫ് എനർജി, മാസിനെ എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും, എനർജി ആക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് E = mc² എന്ന് പറയുന്ന റിലേഷൻ. അതിന് മാത്രം മാസ് എനർജി റിലേഷൻ, ആ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കുക കൊണ്ടുവന്നത് ഐൻസ്റ്റീൻ ആണ്. എനർജി ഇക്വലന്റ് ഓഫ് 1 AMU. ഒരു AMUവിന്റെ എനർജി ഇക്വലന്റ് ചോദിച്ചാൽ, അതായത് നമുക്കറിയാം മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഒരു AMU എന്ന് പറഞ്ഞാൽ എത്ര എനർജി ആണെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്കറിയാം E = എന്താണ്, mc² അല്ലേ ഇക്വേഷൻ. ഒരു AMU എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് എത്രയാണ്? 1.66 × 10⁻⁻27 കിലോഗ്രാം അല്ലേ? അതെ, ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാ? സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. അപ്പോ സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? c² ആണ് നമുക്ക് വേണ്ടത്. c² എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം 9 × 10⁻16, ഇതിന്റെ സ്ക്വയർ എടുക്കുന്നത്. അപ്പൊ ഇൻറ്റു 9 × 10⁻16 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തിലായിരിക്കും? ഇവിടെ ജൂളിലായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ജൂളിലായിരിക്കും. അപ്പൊ എനിക്ക് ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെങ്കിൽ ഇതിനെ 1.6 × 10⁻⁻19 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെങ്കിൽ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എത്ര കിട്ടുമെന്നോ? 931.5 × 10⁻6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 931.5 × 10⁻6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അതിന് എനിക്ക് ഈ 10⁻6 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെഗ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാടാ? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അതാണ് ഒരു AMUന്റെ എനർജി ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു AMU എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? ഇലക്ട്രോൺ വോൾട്ടിൽ പറയുകയാണെങ്കിൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. കാൽക്കുലേറ്റ് എനർജി ഈക്വലന്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. നമ്മളിപ്പോ ഒരു AMUന്റെ പറഞ്ഞു 1 gram സബ്സ്റ്റൻസിന്റെ എനർജി ഈക്വലന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. എനർജി = mc² ആണ് റിലേഷൻ. 1 gram എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 10⁻³ കിലോഗ്രാം ആണ് അല്ലെ? ഇൻറ്റു c². c എത്രയാണ്? 3 × 10⁻8. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ത് വരും? 9 × 10⁻16. അപ്പൊ ഇത് എത്ര കിട്ടും ഇവിടെ? 9 × 10⁻13 ജൂൾ എന്ന് കിട്ടും. 9 × 10⁻16 10⁻³ കൂടെ 10⁻13 വരും. അപ്പൊ 9 × 10⁻13 ജൂൾ എന്ന് കിട്ടും 1 gram സബ്സ്റ്റൻസിന്റെ എനർജി ഈക്വലന്റ്. നമുക്ക് ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ് എനർജി ഈക്വലന്റ് ഓഫ് 0.5 gram സബ്സ്റ്റൻസ്. അതായത് 0.5 ഗ്രാമിന്റെ ആണെങ്കിൽ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാണ്? E = മാസ് എത്രയാ? 0.5 × 10⁻³ ഇൻറ്റു c². അത് എത്രയാണ്? 9 × 10⁻16. അപ്പൊ എത്ര കിട്ടും? 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അപ്പൊ 1/2 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 9 × 10⁻13. അപ്പൊ ആൻസർ എത്ര വരും? 4.5 × 10⁻13 ജൂൾ എന്ന് കിട്ടും. അപ്പൊ എത്ര ഗ്രാമിന്റെ ചോദിച്ചാലും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 1 ഗ്രാമിന്റെ ആണെങ്കിൽ ആൻസർ എത്ര വന്നത്? 9 × 10⁻13 ജൂൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. 0.5 gram ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ചെയ്യണം? 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 4.5 × 10⁻13 ജൂൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇത് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 ബോണ്ട് ഇൻ DNA is 10⁻⁻20 ജൂൾ. ദിസ് വാല്യൂ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് നിയർ. ഇത് ഒരു നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് ഒരു ബോണ്ട് DNA-യിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 10⁻⁻20 ജൂളിലാണ്. ആ എനർജി ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെന്നാ പറയുന്നത്. ആ ജൂളിനെ എന്തിലാക്കണം മക്കളെ? ഇലക്ട്രോൺ വോൾട്ടിലാക്കണം. അപ്പൊ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ 1/1.6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഒരു 0.6 സംതിങ് ഉണ്ട് കേട്ടോ. അപ്പൊ 0.6 × 10⁻⁻20 10⁻⁻19 മുകളിൽ ചെല്ലുമ്പോൾ 10⁻19 ആവും. അപ്പൊ എത്ര കിട്ടും? 0.6 × 10⁻⁻1 എന്തെന്ന് കിട്ടും? ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 0.6 × 10⁻⁻1 എന്ന് പറയുമ്പോൾ എത്രയാ? 0.06 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ.
ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലൂടെ നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്വാർട്ടർ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക് മെയിൻ ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. എന്താ മാസ് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്ന ഡെൽറ്റ എം വെച്ചിട്ടാണ്. അപ്പൊ പറഞ്ഞിട എന്താ മാസ് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ കുറെ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും കുറേ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ എന്താക്കി മാറ്റുന്നു? ഒരു ന്യൂക്ലിയസ് ആക്കി മാറ്റും. ഒരു ന്യൂക്ലിയസ് ആക്കി മാറ്റുവാണ്. ഓക്കെ അല്ലേ? ഞാൻ ഒരു ന്യൂക്ലിയസ് ആക്കി മാറ്റി. ഇങ്ങനെ ഞാൻ ന്യൂക്ലിയസ് ആക്കി മാറ്റുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ? എന്റെ ഈ ഒരു ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ഇല്ലേ ഈ എം മാസ് ഓഫ് ന്യൂക്ലിയസ് നമുക്ക് ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ എം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മാസ് ഓഫ് ന്യൂക്ലിയസിനേക്കാളും വലുതായിരിക്കും. ഓക്കെ അല്ലേ? ഈ ന്യൂക്ലിയോൺസിന്റെ മാസ് ആണ്. ഈ എം എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോൺസിന്റെ മാസ്, അതായത് ന്യൂട്രോണും പ്രോട്ടോണിന്റെയും സം ആണ്. അപ്പൊ മാസ് ഓഫ് ന്യൂക്ലിയോൺ ആണ്, അവരുടെ മാസ് ആണ്. അത് എപ്പോഴും എന്തായിരിക്കും? മാസ് ഓഫ് ന്യൂക്ലിയസിനേക്കാളും, ആ ന്യൂക്ലിയസ് ഫോം ചെയ്തല്ല, ന്യൂക്ലിയസിനേക്കാളും വലുതായിരിക്കും. അപ്പൊ ഇവര് തമ്മിലുണ്ടാകുന്ന മാസിന്റെ ഒരു ഡിഫറൻസ് ഇല്ലേ, ആ ഡിഫറൻസിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? മാസ് ഡിഫെക്റ്റ് എന്നുള്ളത്. മാസ് ഡിഫെക്റ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ് ആൻഡ് ദി ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയോസ്. അതായത് ന്യൂക്ലിയോൺസ് ഞാൻ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്ത ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതങ്ങനെ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു വളരെ കുറച്ച് മാസ് എന്ത് ചെയ്യും? ഒരു ചേഞ്ച്, ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ കുറഞ്ഞ ഒരു മാസിനെ വിളിച്ച പേരാണ് എന്ത്? മാസ് ഡിഫെക്റ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അവിടെ അപ്പൊ എന്തായിരിക്കും? മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസിനേക്കാൾ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ആക്ച്വൽ മാസിന്റെ ഇച്ചിരി കുറവുണ്ടായില്ലേ, അതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? മാസ് ഡിഫെക്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ മാസ് ഡിഫെക്റ്റിന് നമ്മളൊരു ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ, ഡെൽറ്റ എമ്മിന് ഒരു ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? നമുക്കറിയാം ഇവിടെ എന്തൊക്കെയുള്ള പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പൊ പ്രോട്ടോണിന്റെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് പ്രോട്ടോൺ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? ഇതിന്റെ അകത്ത് എത്ര പ്രോട്ടോൺ കാണും? ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ കാണുമെന്ന് വിചാരിക്കും. ഇസഡ് അല്ലേ നമ്പർ ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിനെ ഈക്വൽ. അപ്പൊ ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇസഡ് ഇൻറ്റു ഒരു പ്രോട്ടോണിന്റെ മാസ് എത്രയാ? എം. ഓക്കെ അല്ലേ? ഇനി മാസ് ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണം. മാസ് ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്പർ ഓഫ് ന്യൂട്രോൺ അറിയണം. നമ്പർ ഓഫ് ന്യൂട്രോണിന്റെ ഇക്വേഷൻ എന്താ? എ മൈനസ് ഇസഡ്. മാസ് നമ്പറിൽ അറ്റോമിക് നമ്പർ കുറയുമ്പോഴാണ് നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടുന്നത്. അപ്പൊ എ മൈനസ് ഇസഡ് ഇൻറ്റു ഒരു ന്യൂട്രോണിന്റെ മാസ് എന്താ? എം എൻ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ ആണ് എന്ത്? ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്നതല്ലേ ഈ ഒരു ന്യൂക്ലിയോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ ഇസഡ് എം വി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ ആണ്. ഓക്കെ അല്ലെ? മാസ് ഓഫ് ന്യൂക്ലിയോൺ കിട്ടി. ഇനി ഇത് ഫോം ചെയ്ത് എന്ത് ഫോം ചെയ്തു? ന്യൂക്ലിയസ് ഫോം ചെയ്തു. അവരുടെ മാസ് എന്ന് പറയുന്നത്, മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്താ പറയാം? ഇസഡ് എം ബി. നമുക്ക് ഈ റിലേഷൻ വെച്ച് എങ്ങനെ പറയാം? ഇസഡ് എം ബി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ. അതല്ലേ മാസ് ഓഫ് ന്യൂക്ലിയം ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും മക്കളെ? മാസ് ഓഫ് ന്യൂക്ലിയസ്. എമ്മിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ എമ്മിന്റെ ഇക്വേഷൻ ഞാൻ എഴുതുവാണെങ്കിൽ ഡെൽറ്റ എം ഈസിക്കൽ ടു എന്താണ്? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അപ്പൊ ഡെൽറ്റ എം ഈസിക്കൽ ടു ഇസഡ് എം ബി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ. ഇതിൽ നിന്ന് മാസ് ഓഫ് ന്യൂക്ലിയസ് പറയുന്നത് എം ആയിരിക്കും. എന്ത് മക്കളെ? മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ എം ഈസിക്കൽ ടു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇസഡ് എം ബി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ മൈനസ് എം ആയിരിക്കും എന്ത് മക്കളെ? മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മാസ് ഡിഫെക്റ്റ് മനസ്സിലായല്ലോ. അതായത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ചേർന്ന്, അതായത് ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു ചെറിയൊരു മാസ് എന്ത് ചെയ്യും? ഡിഫറൻസ് ഉണ്ടാവും. ആ മാസ് ഡിഫറൻസിനെ വിളിച്ച പേരാണ് മാസ് ഡിഫെക്റ്റ്. അപ്പൊ എപ്പോഴും അറിഞ്ഞിരിക്കുക, റിയാക്ടൻസ് അല്ലേ ഇവര് പ്രൊഡക്ട്സ് അല്ലേ. അപ്പൊ മാസ് ഡിഫെക്റ്റ് പറയുമ്പോൾ എപ്പോഴും മാസ് ഓഫ് റിയാക്ടൻസ് എന്തായിരിക്കും? മാസ് ഓഫ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അതും കൂടെ എന്ത് ചെയ്യണം മക്കളെ? അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷനെ നോട്ട് ചെയ്ത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പോകുന്ന അടുത്തൊരു ടേമാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന ടേം. എന്താ മക്കളെ? ബൈൻഡിങ് എനർജി. എന്താ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞതല്ലേ, ഇതാണ് ന്യൂട്രോണും പ്രോട്ടോണും ആയി കിടക്കുന്നത്. അവർ ചേർന്ന് എന്തുണ്ടാവുന്നു? ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അവർ എന്തുണ്ടാവുന്നു? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു എനർജി റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജി വിളിച്ച പേരാണ് എന്ത്? ബൈൻഡിങ് എനർജി എന്നുള്ളത്. ഇത് ആവറേജ് എനർജി നീഡഡ് ടു സെപ്പറേറ്റ് എ ന്യൂക്ലിയസ് ഇൻറ്റു ഇറ്റ്സ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ്, അല്ലെങ്കിൽ ഇത് എനർജി റിലീസ്ഡ് വെൻ ന്യൂക്ലിയോൺസ് കമ്പൈൻഡ് ടു ഫോം എ ന്യൂക്ലിയസ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അതായത് ന്യൂക്ലിയോൺസ് ഒരു ന്യൂക്ലിയസിന്
ന്യൂക്ലിയോൺസ് കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണെന്ന് നമുക്ക് ബൈൻഡിങ് എനർജി പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ ഒരു ന്യൂക്ലിയോൺ അല്ലെങ്കിൽ ഈ ഒരു ന്യൂക്ലിയസ് ഇല്ലേടാ, ഈ ന്യൂക്ലിയസിന് ന്യൂക്ലിയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം, ഈ ഒരു എനർജി കൊടുക്കണം. ഈ ന്യൂക്ലിയോൺസിനെ ഇതിന് തിരിച്ചിങ്ങനെ സ്പ്ലിറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ ബൈൻഡിങ് എനർജിയുടെ കൊടുത്താൽ മാത്രമേ ഇത് തിരിച്ചിങ്ങനെ സ്പ്ലിറ്റ് ആയി ന്യൂട്രോണും പ്രോട്ടോണും ആയിട്ട് മാറുള്ളൂ. അപ്പൊ നമുക്ക് ബൈൻഡിങ് എനർജിക്ക് രണ്ട് ഡെഫിനിഷൻ പറയാം. എങ്ങനെയൊക്കെ പറയാം, ഒന്നെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന് ന്യൂക്ലിയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ആവാൻ, സ്പ്ലിറ്റ് ചെയ്ത് പോവാൻ കൊടുക്കുന്ന എനർജി എന്ത് പറയാം, ബൈൻഡിങ് എനർജി എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയോൺസ് ചേർന്ന് ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യും, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ബൈൻഡിങ് എനർജി എന്ന് പറയാം. ഓക്കെ അല്ലെ, ഈ ഒരു ഫിഗർ മനസ്സിൽ ആലോചിച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലെ. ഇനി ഈ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഡിഫക്റ്റിന്റെ ഇക്വലന്റ് ആണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞു മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ആ മാസ് ഡിഫക്റ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമെങ്കിൽ അതിനെ വിളിച്ച പേര് എന്താ, ബൈൻഡിങ് എനർജിയാണ്. അപ്പൊ ബൈൻഡിങ് എനർജി ഈസ് ഈക്വലന്റ് ടു എന്തെന്ന് പറയാം, മാസ് ഡിഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ. അവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇ ബി ആണ് ബൈൻഡിങ് എനർജി റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇ ബി ഈസിക്കൽ ടു എന്താണ്, ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ ആണ്. ഇത് എന്തിലാ പറയുന്നത്, ഇത് ജൂളിലാണെങ്കിലാണ് പറയുന്നത്. ഇനി അത് ഇലക്ട്രോൺ വോൾട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഡെൽറ്റ എമ്മിന് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, ഡെൽറ്റ എം ഇലക്ട്രോൺ വോൾട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എനർജി ഇലക്ട്രോൺ വോൾട്ടിലാ പറയേണ്ടെങ്കിൽ ഡെൽറ്റ എമ്മിനെ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് ഇൻഡ്യൂ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ബൈൻഡിങ് എനർജി കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ എന്റെ മക്കളെ നോട്ട് ചെയ്യണം. ബൈൻഡിങ് എനർജി ഈസിക്കൽ ജൂളിലാണെങ്കിൽ ഡെൽറ്റ എം സി സ്ക്വയർ എടുക്കാം, ഇലക്ട്രോൺ വോൾട്ടിലാ വേണ്ടെങ്കിൽ എന്തെടുക്കാം, ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എടുക്കാം. ഓക്കെ അല്ലെ, ഇതാണ് നമ്മുടെ ബൈൻഡിങ് എനർജി. ഇനി നമ്മൾ പോണത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നല്ലോ, ഈ ന്യൂക്ലിയോൺസ് എന്ത് ചെയ്യുന്നു, റിയാക്ട്, അതായത് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു, ന്യൂക്ലിയോൺസ് കമ്പൈൻ ചെയ്ത് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഉള്ളതാണ് എന്താ, ബൈൻഡിങ് എനർജി, മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജി ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഇത് ഫോം ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് റിലീസ് ചെയ്യില്ലേടാ, ആ റിലീസ് ചെയ്യുന്ന ഹീറ്റിനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റന്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയോൺസ് അതായത് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നൊരു ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ക്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നോക്കലേ, ക്യൂ ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റന്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കണം. ഇനി ഈ ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കുമ്പോൾ ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും, എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. അതുപോലെ ക്യൂവിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ കണ്ടുപിടിക്കുന്നത്, അതായത് ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റിന് റിയാക്റ്റന്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നും പറയാം. ഓക്കെ അല്ലേ. അപ്പൊ ക്യൂ ഈസിക്കൽ ടു ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ്. ഇനി നമ്മൾ മാസ് ഡിഫക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഡെൽറ്റ എം എടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ എടുക്കുന്ന, മാസ് ഓഫ് റിയാക്ടന്റ് മൈനസ് മാസ് ഓഫ് പ്രൊഡക്റ്റ്. കാരണം അവിടെ റിയാക്ടന്റിന് മാസ് കൂടുതൽ, സോ മാസ് ഓഫ് റിയാക്ടന്റ് മൈനസ് മാസ് ഓഫ് പ്രൊഡക്റ്റ്. ഇതും കൂടെ ഇവിടെ ഓർത്തിരിക്കണം. ബൈൻഡിങ് എനർജി ആകുമ്പോൾ എങ്ങനെയാണ്, ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് ആണ്. ഓക്കെ അല്ലേ. ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, ക്യൂവിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേടാ. ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ട് വരുവാണ്. ഇൻ ദ റിയാക്ഷൻ 2H1 plus 3H1 gives 4 helium-2 plus 1 neutron. If the binding energies of 2H1, 3H1 and 4 helium-2 are respectively A, B and C, then the energy released is. അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ ഒന്നുകൂടെ എഴുതാലോ. 2H1 plus 3H1 gives 4 helium പ്ലസ് 1 ന്യൂട്രോൺ. ഇതല്ലേ നമ്മുടെ റിയാക്ഷൻ. അതായത് ബൈൻഡിങ് എനർജീസ് 2H1 എത്രയാന്ന് തന്നിട്ടുണ്ടടാ, A ആണെന്ന് തന്നിട്ടുണ്ട്, 3H1 B ആണെന്ന് തന്നിട്ടുണ്ട്, 4 ഹീലിയം C ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഇവിടെ എനർജി റിലീസ്ഡ് Q എങ്ങനെ കണ്ടുപിടിക്കും, ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് അല്ലേ. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് ഇവിടെ ആരുണ്ട്, പ്രൊഡക്റ്റ് ഹീലിയം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ C മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് എടുക്കുമ്പോൾ ആരൊക്കെ ഉണ്ട്, എയും ബിയും ഉണ്ട്. അപ്പൊ A പ്ലസ് ബി എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും, C മൈനസ് A മൈനസ് ബി എന്ന് വരും. സോ ആൻസർ ചെയ്ത് വരുവാ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. അടുത്തത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. നമ്മളിപ്പോ ബൈൻഡിങ് എനർജിയെ പറ്റി പറഞ്ഞില്ലേ. ഇനി അടുത്ത ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ബൈൻഡിങ് എനർജി ന്യൂക്ലിയോണിന്റെ മാസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ന്യൂക്ലിയോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂക്ലിയോണിൽ എന്തൊക്കെയുള്ള ന്യൂട്രോണും പ്രോട്ടോണും. അപ്പൊ എന്തായിരിക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ അത് എന്താടാ, ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ
മാസ് നമ്പർ. ബൈൻഡിങ് എനർജിയെ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ന്യൂക്ലിയറിന്റെ സ്റ്റെബിലിറ്റി, ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ പറയുന്നത് ആരെ വെച്ചിട്ടാ? ബൈൻഡിങ് എനർജി വെച്ചിട്ടല്ല, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ വെച്ചിട്ടാ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് എന്തായിരിക്കും? ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ എങ്ങനെ കണ്ടുപിടിക്കും? ബൈൻഡിങ് എനർജി എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ കിട്ടും. ഇനി ഇതിവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ എങ്ങനെ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. ഇപ്പൊ പിയും ക്യൂവും തന്നു, അത് റിയാക്ട് ചെയ്ത് ആരൊക്കെയായിട്ട് മാറുന്നു? ആറും എസും ആയിട്ട് മാറും. അപ്പൊ അവിടുന്ന് A1 എന്ന് പറഞ്ഞാൽ പിയുടെ എന്താണ്? മാസ് നമ്പർ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ A2 എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ മാസ് നമ്പർ ആണ്. A3 എന്ന് പറയുമ്പോൾ ആറിന്റെ മാസ് നമ്പർ ആണ്. A4 എന്ന് പറയുമ്പോൾ എസിന്റെ മാസ് നമ്പർ ആണ്. ഇനി ഇത് ഓരോന്നിന്റെയും ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിയുടേതാണെങ്കിൽ EP ആണ്, ക്യൂവിന്റെ ആണെങ്കിൽ EQ ആണ്, ആറിന്റെ ആണെങ്കിൽ ER ആണ്, എസിന്റെ ആണെങ്കിൽ ES ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്ന ഹീറ്റ് റിലീസ്ഡ് എത്രയായിരിക്കും? ഇങ്ങനെ ഇതെല്ലാം തന്നിട്ട് നമ്മുടെ പറയും ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കാൻ പറയും. ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് അല്ലേ എടുക്കണ്ടേ? പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജിന്ന് റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി കുറയ്ക്കണം. അപ്പൊ പ്രൊഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി എങ്ങനെ കിട്ടും? ഇവിടെ ആരൊക്കെയാ പ്രൊഡക്റ്റ്? ആറും എസും അല്ലേ? ആറിന്റെ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോന്റെ വാല്യൂ നമുക്കറിയാം ER, അതിന്റെ മാസ് നമ്പർ നമുക്കറിയാം A3. അപ്പൊ നമുക്ക് ഇവിടുന്ന് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടൂടാ? ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോണ്, ഞാൻ EB എന്ന് എഴുതിയ EB എന്ന് പറഞ്ഞാൽ BE/A അല്ലേ? അപ്പൊ ഇവിടുന്ന് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ ഇൻറ്റു എന്തെടുത്താൽ മതി? മാസ് നമ്പർ എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോണും മാസ് നമ്പറും തന്നിട്ട് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ബൈൻഡിങ് എനർജി ഓഫ് R എത്ര കിട്ടും? R എന്നല്ല, ഞാൻ R നമുക്കുണ്ട്. ബൈൻഡിങ് എനർജി, ഇവിടുത്തെ ബൈൻഡിങ് എനർജി എത്ര കിട്ടും? ഇവിടെ ER ഇൻറ്റു A3 ആയിരിക്കും. ഇവിടുത്തെ ആകുമ്പോഴോ ഇവിടുത്തെ ബൈൻഡിങ് എനർജി എത്ര കിട്ടും? എസിൻ്റെത് ES ഇൻറ്റു A4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ പിയുടെ ബൈൻഡിങ് എനർജി എത്ര കിട്ടും? EP ഇൻറ്റു അവിടുത്തെ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ EP ഇൻറ്റു അതിന്റെ മാസ് നമ്പർ A1. ഇവിടുത്തെ ബൈൻഡിങ് എനർജി എങ്ങനെ കിട്ടും? ഇവിടുത്തെ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോന്റെ വാല്യൂ EQ ഇൻറ്റു അവിടുത്തെ മാസ് നമ്പർ A2. അപ്പൊ എല്ലായിടത്തും ബൈൻഡിങ് എനർജി എനിക്ക് കിട്ടില്ല. അപ്പൊ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇയാളും വരും ഇതും വരും അല്ലെ? അപ്പൊ എനിക്ക് എത്ര കിട്ടും? ഇടാം ER A3 പ്ലസ് ES A4, അതല്ലേ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ്, മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഇതും വരും ഇതും വരും. അപ്പൊ EP A1 പ്ലസ് EQ A2. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കുന്നത്. ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോണും മാസ് നമ്പറും തന്നിട്ട് നമ്മളോട് ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം അവരുടെ എല്ലാവരുടെയും എന്ത് കണ്ടുപിടിക്കണം? ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണം. ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റിന് റിയാക്ടന്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ഹീറ്റ് റിലീസ്ഡ് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അവിടെ വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഇത് നമുക്ക് NEET 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Question നോക്കിക്കേ. A nucleus with mass number 240 breaks into fragments each of mass number 120. The binding energy per nucleon of unfragmented nuclei is 7.6 mega electron volt, while that of fragments is 8.5 mega electron volt. The total gain in binding energy in the process is. അപ്പൊ എന്താ പറഞ്ഞുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അതിന്റെ മാസ് നമ്പർ 240 ആയിരുന്നു. ഇതാണ് ഒരു ന്യൂക്ലിയസ്. അതിന്റെ മാസ് നമ്പർ എത്ര തന്നിട്ടുണ്ട്? 240 ആണ്. ഇവിടുത്തെ മാസ് നമ്പർ എയുടെ വാല്യൂ 240 ആണ്. ഇത് എന്ത് ചെയ്യുന്നു? 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതിന്റെ ഓരോന്നിന്റെ മാസ് നമ്പർ 120 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുണ്ട്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൺ ഓഫ് അൺഫ്രാഗ്മെന്റഡ് ന്യൂക്ലിയർ, അതായത് ആരെയാണ്? ഈ അൺഫ്രാഗ്മെന്റഡ് ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസ്, ഇതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി ആ 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറിയല്ലോ, അവരുടെ രണ്ടുപേരുടെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടാണ്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗെയിൻ ഇൻ ദ ബൈൻഡിങ് എനർജി ഇൻ ദ പ്രോസസ്, അതായത് ഹീറ്റ് റിലീസ്ഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ Q ഈസ് ഈക്വൽ ടു നമുക്കറിയാം ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് അല്ലേ? അതെ. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടും? ഇവിടുന്ന് ബൈൻഡിങ് എനർജി കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ എന്താണ് ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോന്റെ വാല്യൂ 8.5 ഇൻറ്റു അവിടുത്തെ മാസ് നമ്പർ 120. ഇവിടുത്തെ കിട്ടാനും ഇവിടുത്തെ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ 8.5 ഇൻറ്റു അവിടുത്തെ മാസ് നമ്പർ 120. ഇവിടുത്തെ ബൈൻഡിങ് എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ വാല്യൂ 7.6 ഇൻറ്റു അവിടുത്തെ മാസ് നമ്പർ 240. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ട്, അവരുടെ രണ്ടുപേരുടെയും ബൈൻഡിങ് എനർജി നമ്മൾ കണ്ടുപിടിച്ചു, റിയാക്ടന്റിന് ബൈൻഡിങ് എനർജിയും കിട്ടി. ഇനി നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 8.5 ഇൻറ്റു 120, രണ്ടിടത്ത് 8.5 ഇൻറ്റു 120 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 8.5 ഇൻറ്റു 120 എന്ന് എഴുതാം.
ഓക്കെ അല്ലേ? മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് എന്താ 7.6 into 240. അപ്പൊ ഇതിനെ 8.5 into 240 മൈനസ് 7.6 into 240 എന്ന് എഴുതാം. ഓക്കെ അല്ലേടാ? ഇവിടെ നിന്ന് എനിക്ക് 240 കോമൺ എടുത്താൽ എനിക്ക് എന്ത് കിട്ടൂടാ 8.5 മൈനസ് 7.6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 8.5 ന്ന് 7.6 പോയാൽ എത്ര കിട്ടും? 8.5 ന്ന് 7.5 പോകുന്നെങ്കിൽ 1 അപ്പൊ 7.6 പോകണം അല്ലെ? 7.6 പോകുമ്പോ എത്ര വരും? 0.9. അപ്പൊ 240 ഇൻറ്റു എത്ര കിട്ടും? 0.9 എന്ന് കിട്ടും അല്ലെ? 240 ഇൻറ്റു 0.9 എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? 240ക്കാളും കുറച്ചൊരു കുഞ്ഞു വാല്യൂ. 240 ഇൻറ്റു 1 ആണ് എന്ത്? 240. അപ്പൊ 240ക്കാളും കുഞ്ഞൊരു വാല്യൂ, കുറച്ചൊരു ചെറിയ വാല്യൂ കിട്ടും. അത് എത്രയായിരിക്കും? 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഹീറ്റ് റിലീസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തന്നാൽ അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തന്നിട്ട് ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസ് എ ഈസ് ഹാവിംഗ് മാസ് നമ്പർ 220. അതായത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസ് എയുടെ മാസ് നമ്പർ എത്രയാണ്? 220 ആണ്. And its binding energy per nucleon is 5.6 mega electron volt. അവിടുത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ എത്രയാണ്? 5.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻടു 2 ഫ്രാഗ്മെന്റ്സ്. അത് 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ബി എം സി എം. ബിയുടെ മാസ് നമ്പർ തന്നിട്ടുണ്ട് 105 ഉം സിയുടെ മാസ് നമ്പർ തന്നിട്ടുണ്ട് 115. ദ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ബി ആൻഡ് സി രണ്ടിടത്തുള്ള ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ 6.4 വെച്ചിട്ടാണ്. The energy Q released per fission will be. അപ്പൊ Q എങ്ങനെ കണ്ടുപിടിക്കും? Q is equal to binding energy of product minus binding energy of reactant. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് ഇവിടെ എത്ര കിട്ടി? ഇവിടുത്തെ ബിയുടെ ബൈൻഡിങ് എനർജി എത്ര കിട്ടാം? 105 into 6.4. സിയുടെ ബൈൻഡിങ് എനർജി എത്ര കിട്ടും? 115 into 6.4. എയുടെ ബൈൻഡിങ് എനർജി എത്ര കിട്ടും? 220 into 5.6. ഓക്കെ അല്ലേ? മൂന്നിന്റെ ബൈൻഡിങ് എനർജി നമ്മൾ എഴുതി വെച്ചു. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും വരും അല്ലെ? അപ്പൊ 105 into 6.4 പ്ലസ് 115 into 6.4 മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് എത്ര കിട്ടാം? 220 into 5.6. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? 6.4 കോമൺ എടുക്കാം. 6.4 into 105 plus 115 എത്ര കിട്ടും? എനിക്ക് എത്ര കിട്ടും? 105 ഉം 115 220 കിട്ടും. മൈനസ് 220 into 5.6. ഇവിടെ നിന്ന് എനിക്ക് 220 പിന്നെയും കോമൺ എടുത്തൂടെ? 220 into 6.4 മൈനസ് 5.6 എന്ന് വരും. ഓക്കെ അല്ലേ? 6.4 ന്ന് 5.6 പോയി എത്ര കിട്ടും? 0.8 കിട്ടും. അപ്പൊ 220 into 0.8 എന്ന് വരും. 220 into 0.8 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 220 into 1 ആണെങ്കിൽ 220. അപ്പൊ 220 into 0.8 എന്ന് പറയുമ്പോൾ 220ക്കാളും പിന്നെ കുറച്ചുകൂടെ കുറയണം അല്ലെ? അത് എത്രയായിരിക്കും? ഇതിൽ ഏത് ഓപ്ഷൻ വരും? 176 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? അപ്പൊ ആൻസർ ഏതായിരിക്കും? 176 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യല്ലോ. ഇത് നമ്മുടെ JEE 2022 കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. JEE 2022 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ടോ? അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേടാ? ഓക്കെ, അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 lighter nucleus combine to form a comparatively heavier nucleus by the relation given below. 1x2 plus 1x2 gives, ഇത് രണ്ടും 1 ആണേ. 1x2 plus 1x2 gives 2y4. The binding energy per nucleon 1x2 and 2y4 are 1.1 mega electron volt and 7.6 mega electron volt. The energy released in the process is. അപ്പൊ നമുക്ക് റിയാക്ഷൻ ഒന്ന് എടുത്തെഴുതാം. 1x2 plus 1x2 gives y24. ഇതായിരുന്നു നമ്മുടെ റിലേഷൻ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1x2ന്റെ രണ്ടിന്റെ വാല്യൂ എത്ര? 1.1 ആണ്. 2y4ന്റെ വാല്യൂ എത്ര? 7.6 ആണ്. ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ ചെയ്യുന്നത്? ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റിന് എന്ത് കുറയ്ക്കൂടാ? ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് കുറയ്ക്കും. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് എത്ര കിട്ടാം? 7.6 അല്ലേ ഇവിടുത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഇൻറ്റു മാസ് നമ്പർ എത്രയാ? 4. അപ്പൊ 7.6 into 4 മൈനസ് ഇവിടെ എത്രയാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ വാല്യൂ? രണ്ടും ഒന്നല്ലേ? അപ്പൊ എനിക്ക് 2 എന്ന് അങ്ങ് ഒരുമിച്ച് ചെയ്താൽ ഇത് രണ്ടും കുടിച്ച് 2 എഴുതാം. അപ്പൊ 2 into 2 പേരുണ്ട്. 2 into ഒരാളുടെ എത്രയാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയന്റെ വാല്യൂ 1.1 into അവിടുത്തെ മാസ് നമ്പർ എത്രയാണ്? 2. അപ്പൊ എങ്ങനെ എഴുതാം? 7.6 into 4 മൈനസ് 4 into 1.1. ഇവിടുന്ന് 4 കോമൺ എടുത്താൽ 4 into 7.6 മൈനസ് 1.1 എന്ന് വരും.
ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടും? ഹീറ്റ് റിലീസ്ഡ് ഈസ് ഈക്വൽ ടു 4 into 7.6 ന്ന് 1.1 പോയാൽ എത്ര കിട്ടും? 6.5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 4 into 6.5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 65 into 4, 5 4s are 22, 6 4s are 24, 26. എത്ര കിട്ടിയടാ? 26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 26 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ എത്ര വരുന്നത്? 26. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ടാ പോണേ. എന്തിലോട്ടാണ്? ബൈൻഡിങ് എനർജി കർവ്. ബൈൻഡിങ് എനർജി കർവിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ അതാണ് ബൈൻഡിങ് എനർജി കർവ് നമുക്ക് തരുന്നത്. അത് നോക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റ് ന്യൂക്ലിയസിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ കർവ് എന്ത് ചെയ്യും? കൂടി 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 വരും. ഇങ്ങനെ ഒരു പീക്കാണ്, പിന്നെയും കുറയും, പീക്കാണ്, പിന്നെയും കുറയും, പിന്നെയും പീക്കാണ്, പിന്നെയും കുറയും, അങ്ങനെ കൂടി 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 ഒരു മീഡിയം ന്യൂക്ലിയസിൽ, അതായത് അറ്റോമിക് മാസ് നമ്പർ 13 to 170 വരുമ്പോൾ എന്ത് ചെയ്യും? ആൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും. പിന്നെ ഹെവിയർ ന്യൂക്ലിയസ് 170ലും കൂടുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ലൈറ്റർ ന്യൂക്ലിയസിനും ഹെവിയർ ന്യൂക്ലിയസിനും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. അറൌണ്ട് ഒരു 30 to 170 മാസ് നമ്പർ ഉള്ളവർക്ക് അത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യം നോട്ട് ചെയ്യാം. പിന്നെ ഇതില് ബൈൻഡിങ് എനർജി കർവ് അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയന്റെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ അയണിനായിരിക്കും. എത്രയായിരിക്കും മക്കളെ? അയൺ 56, അതിന് എത്രയായിരിക്കും? 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം. ഇനി ഇവിടെ ഓരോ പോയിന്റിലും ചില പോയിന്റ്സിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ പീക്ക് പോലെ ഉണ്ടല്ലേ? ആ പീക്ക് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നൈബറിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ വെച്ച് നോക്കുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണെന്നാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ കർവ് വാസ് എ മാക്സിമം ഓഫ് അബൌട്ട് 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫോർ ദ മാസ് നമ്പർ 56. അതാരാണ്? അയണാണ്. ഫോർ ന്യൂക്ലിയ ഓഫ് മിഡിൽ മാസ് നമ്പർ 13 to 170, 30ക്കും 170ക്കും ഇടയ്ക്കുള്ള മാസ് നമ്പേഴ്സിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ലോവർ ഫോർ ബോത്ത് ലൈറ്റ് ന്യൂക്ലിയ, അതായത് മാസ് നമ്പർ 30യേക്കാളും കുറവായിട്ടുള്ളവർക്കും മാസ് നമ്പർ 170യേക്കാളും കൂടുതലായിട്ടുള്ള ഹെവി ന്യൂക്ലിയർക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് ആവറേജ് വാല്യൂ ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ടു കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ഡിഫറെന്റ് ന്യൂക്ലിയ. പല നമ്മൾ നേരത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയം പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു, ഡിഫറെന്റ് ന്യൂക്ലിയസ് പല പല ന്യൂക്ലിയറുടെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണ്ടേ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറുടെ വാല്യൂ എടുക്കണ്ടേ, ബൈൻഡിങ് എനർജി അല്ല. ഈ സെന്റൻസ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ അല്ലെ? ടു കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ഡിഫറെന്റ് ന്യൂക്ലിയ വി നീഡ് ടു കമ്പയർ ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ, നോട്ട് ദ ബൈൻഡിങ് എനർജി. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഗ്രാഫിൽ നോക്കണം. ഇനി അവിടെയുള്ള 2 പോയിന്റ്സ് നോക്കാനുള്ളതാണ്. വെരി ഹെവി ന്യൂക്ലിയ ഹാവ് ലോവർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. സോ ഇഫ് ദേ സ്പ്ലിറ്റ് അപ്പ് ന്യൂക്ലിയോൺസ് ബിക്കം മോർ ടൈറ്റ്ലി ബോണ്ട് ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. ദിസ് ഈസ് സീൻ ഇൻ ന്യൂക്ലിയർ ഫിഷൻ. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ ഇവിടെ കണ്ടില്ലേടാ, ഗ്രാഫിൽ നമ്മൾ കണ്ടായിരുന്നു. ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഹെവിയർ ന്യൂക്ലിയ ആയിട്ടുള്ളത് 170 കൂടുതൽ വാല്യൂസ് വരുന്ന മാസ് നമ്പർ വരുന്ന ഹെവിയർ ന്യൂക്ലിയസിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ കുറവാണ്. അങ്ങനെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ കുറവാണെങ്കിൽ അവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ കൂട്ടണ്ടേ? കാരണം അവർക്ക് സ്റ്റേബിൾ ആവണ്ടേ. അങ്ങനെ സ്റ്റേബിൾ ആവാൻ വേണ്ടി ആ ഹെവിയർ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ളത്. ന്യൂക്ലിയർ ഫിഷൻ. ഇനി നമ്മൾ ലൈറ്റർ ന്യൂക്ലിയ നോക്കുകയാണെങ്കിൽ അവർക്കും എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ വളരെ കുറവാണ്. അപ്പൊ അവർക്ക് സ്റ്റേബിൾ ആവാൻ ആഗ്രഹം കാണൂലേ? അപ്പൊ അവര് സ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ ഒന്ന് കൂട്ടാൻ നോക്കും. അങ്ങനെ കൂട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? തമ്മി കമ്പൈൻ ചെയ്ത് ഒരു കുറച്ചൊരു എന്താക്കണം? വലിയൊരു ന്യൂക്ലിയസ് ആക്കണം. അങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു ഹെവി ന്യൂക്ലിയ ആയിട്ട് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ വാല്യൂ എന്ത് ചെയ്യാൻ? കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ലൈറ്റ് ന്യൂക്ലിയ has lower binding energy per nucleon. If they join to form heavier nucleus, then binding energy per nucleon of heavier nucleus is more than the lighter nucleus. This is seen in nuclear fusion. അതാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷനിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഫിഷനും ഫ്യൂഷനും എന്തിന്റെ ബേസിസിലായിരിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഹെവിയർ ന്യൂക്ലിയസ് ആകുമ്പോൾ അവർക്ക് എന്താണ്? ഓൾറെഡി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കുറവാണ്. അപ്പൊ അവർക്ക് സ്റ്റേബിൾ ആവാൻ അവർ എന്ത് ചെയ്യും? 1, 2, 3 ലൈറ്റർ ന്യൂക്ലിയർ സ്പ്ലിറ്റ് ചെയ്ത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടാൻ നോക്കും. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ നോക്കും. അതിനെയാണ് ഫിഷൻ എന്ന് പറഞ്ഞത്. സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ലൈറ്റർ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിലോ അവർക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കുറവാണ്. അപ്പൊ അവരെന്ത് വിചാരിക്കും? ആരെങ്കിലും ആയിട്ട് കമ്പൈൻ ചെയ്ത് 2, 3 ആൾക്കാരൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒന്ന് എന്ത് ചെയ്യാം? ഹെവിയർ ന്യൂക്ലിയായിട്ട് മാറിയ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂടുതലോ, അപ്പൊ ഞങ്ങൾ സ്റ്റേബിൾ ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അവർ ചെയ്യുമ്പോൾ ആ പ്രോസസ് എന്താവും? ആ ന്യൂക്ലിയർ ഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫിഷനും ഫ്യൂഷൻ. ഓക്കെ.
അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. ന്യൂക്ലിയർ ഫോഴ്സ് എന്താ? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. നമ്മുടെ നേച്ചറിലുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ് ഇത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരെന്താണ്? ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അവര് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അതായത് എത്രയാണ്? 10⁻⁻50 മീറ്റർ ആണ്. 10⁻⁻50 മീറ്റർ ആണ് അവരുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതായത് അബൌട്ട് 1 ഫെർമി മീറ്റർ. ഇനി ഇറ്റ് ഇന്ററാക്ട് വിത്ത് ന്യൂട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. പ്രോട്ടോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ന്യൂട്രോണും തമ്മിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ചാർജ്. അത് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതായത് നമുക്ക് പറയാം ഫോഴ്സ് ഓഫ് ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയായിരിക്കും എന്ത്? ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ്. അത് തന്നെയായിരിക്കും പ്രോട്ടോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും. അപ്പൊ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലടാ? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലെ? ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് നോട്ട് എ സെൻട്രൽ ഫോഴ്സ്. അത് എന്തല്ല? ഒരു സെൻട്രൽ ഫോഴ്സ് അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ സ്പിൻ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സ്പിന്നിന്റെ ഡയറക്ഷൻ ആര് ഡിപ്പെൻഡ് ചെയ്യും? ന്യൂക്ലിയർ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത്, the potential energy is minimum at R0. The potential energy is minimum at R0 about 0.8 fermimeter. 0.8 fermimeterൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. എവിടെ? അത് R0. R0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല. 0.8 ഫെർമിമീറ്ററിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. നമുക്കറിയാം ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ F=du/dx എന്ന് പറയുന്ന റിലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 0.8 ഫെർമിമീറ്ററിന് താഴെയാണെങ്കിൽ, അതായത് രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 0.8 ഫെർമിമീറ്ററിന് കുറവാണെങ്കിൽ അവിടെ ഉള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവരെ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 0.8 ഫെർമിമീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഉള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. ഈ രണ്ട് പോയിന്റ്സ് കൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ അല്ലേ? ന്യൂക്ലിയർ ഫോഴ്സ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് റേഡിയോ ആക്ടിവിറ്റിയെ പറ്റിയിട്ടാണ്. റേഡിയോ ആക്ടിവിറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടുത്തെ ഹാഫ് ലൈഫോ ഡിക്കോ അതോ അല്ലെങ്കിൽ ആവറേജ് ലൈഫ് റോക്കോ അതൊന്നും നോക്കണ്ട. പക്ഷെ റേഡിയോ ആക്ടിവിറ്റിയുടെ 3 ടൈപ്പും അതിനെപ്പറ്റി എന്താണ് അവരെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ചോദിച്ചാൽ ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രമേ ഇതിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി, ടൈപ്പ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, 3 റേഡിയോ ആക്ടിവിറ്റി നമുക്ക് പഠിക്കാനുള്ള ആൽഫ ഡിക്യു ഉണ്ട്, ബീറ്റ ഡിക്യു ഉണ്ട്, ഗാമ ഡിക്യു ഉണ്ട്. ഇനി അത് ഗാമ ഡിക്യുന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. കാരണം എന്താ? ഗാമ ഡിക്യു എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ഫോട്ടോൺസ് ആണ് അവിടെ എമിറ്റ് ചെയ്യുന്നത്. അവിടെ അറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും ഒന്നും വലിയ ചേഞ്ച് വരാറില്ല. അങ്ങനെയുള്ളതാണ് എന്താ? ഗാമ ഡിക്യു എന്ന് പറയുന്നത്. അതിന് അത്ര പ്രയോറിറ്റി കൊടുക്കണ്ട. പിന്നെ നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട 2 ഡിക്യു ആണ്, ആൽഫ ഡിക്യും ബീറ്റ ഡിക്യും. എന്താ ആൽഫ ഡിക്യു എന്ന് പറഞ്ഞാൽ? ആൽഫ ഡിക്യു എന്ന് പറഞ്ഞാൽ അവിടെ എമിറ്റ് ചെയ്യുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്ന ഡിക്യു ആണ് മക്കളെ ആൽഫ ഡിക്യു എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു എലമെന്റ് എക്സ് എ ഇസഡ്, അതായത് അറ്റോമിക് നമ്പർ ഇസഡ് മാസ് നമ്പർ എയുമായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അവിടെ ആൽഫ ഡിക്യു നടക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യേണ്ടേ. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഹീലിയത്തിന്റെ മാസ് നമ്പർ 4ഉം അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ എക്സ് എ ഇസഡിന്റെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യടാ? -4. അറ്റോമിക് നമ്പറിൽ നിന്ന് 4 കുറയും, അറ്റോമിക് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യും? 2 കുറയും. മാസ് നമ്പർ എയിൽ നിന്ന് എത്ര കുറയും? 4 കുറയും. ഓക്കെ അല്ലേ? കാരണം അവിടെ ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്ന ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് നമ്പർ എന്ന് പറയുന്നത് 4ഉം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മൾ ഏത് എലമെന്റിനാണോ ആൽഫ ഡികെ പോകുന്നത് അപ്പൊ ആ എലമെന്റിന്റെ മാസ് നമ്പറിൽ നിന്ന് 4ഉം കുറയും, അറ്റോമിക് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യും? 2ഉം കുറയും. എ എന്താവും? A-4 ആവും. ഇസഡ് എന്താവും? Z-2 എന്ന് പറയുന്ന അടുത്തതാവും. അപ്പൊ എക്സ് എന്ന് പറയുന്ന എലമെന്റ് Y A-4 Z-2 ആയിട്ട് മാറും. എന്ത് നടക്കുമ്പോൾ? ആൽഫ ഡികെ നടക്കുമ്പോൾ. അതിന്റെ കൂടെ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും, പ്ലസ് എന്ത് ചെയ്യും? എനർജി എന്ത് ചെയ്യും? ഹീറ്റ് എന്ത് ചെയ്യും? റിലീസും ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് ആൽഫ ഡികെ എന്ന് പറയുന്നത്. ഇനി ബീറ്റ ഡികെ ആകുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ബീറ്റ ഡികെസ് പഠിക്കാനുണ്ട്. കാരണം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാം, പോസിട്രോൺസ് എമിറ്റ് ചെയ്യാം. അങ്ങനെ 2 ടൈപ്പ് ഡികെ ഉണ്ട്. ബീറ്റ മൈനസ് ഡികെ ഉണ്ട്, ബീറ്റ പ്ലസ് ഡികെ ഉണ്ട്. ഓക്കെ അല്ലേ? ബീറ്റ മൈനസ് ഡികെ ആണെങ്കിൽ എക്സ് എ ഇസഡ് എന്ന് പറയുന്ന ഒരു എലമെന്റിൽ ബീറ്റ മൈനസ് ഡികെ നടക്കുന്നെങ്കിൽ അതിന്റെ മാസ് നമ്പറിൽ എന്തുണ്ടാവില്ല? വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. മാസ് നമ്പർ എന്ത് ചെയ്യില്ലടാ? ചേഞ്ച് ചെയ്യില്ല. മാസ് നമ്പർ റിമെയിൻസ് കോൺസ്റ്റന്റ്. മാസ് നമ്പറിൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അതിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. പക്ഷെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും?
ഒരു നമ്പർ ഇൻക്രീസസ് ബൈ 1. അങ്ങനെ നടക്കുന്നതാണ് എന്ത് ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് എ നോക്കുകയാണെങ്കിൽ അവിടെ ബീറ്റ മൈനസ് ഡി കെ നടക്കുമ്പോൾ എ അതുപോലെ തന്നെ റിമൈൻ ചെയ്യും. ഇസഡിൽ എന്ത് ചെയ്യും, ഒന്നുകൂടെ കൂടും. ഇസഡ് പ്ലസ് 1 ബൈ എ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതിന്റെ കൂടെ എന്തൊക്കെ റിലീസ് ചെയ്യും, ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യും, പിന്നെ ഒരു ആന്റി ന്യൂട്രോൺ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇനി നമ്മുടെ ബീറ്റ പ്ലസ് ഡി കെ നടക്കുന്നെങ്കിലോ, ബീറ്റ പ്ലസ് ഡി കെ നടക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, അവിടെ മാസ് നമ്പർ എന്തായിരിക്കും, റിമൈൻസ് കോൺസ്റ്റന്റ്. മാസ് നമ്പറിന് അവിടെ ഒന്നും സംഭവിക്കില്ല. മാസ് നമ്പർ റിമൈൻസ് കോൺസ്റ്റന്റ്. അവിടെ എന്താ അപ്പൊ നടക്കുന്നത്, അവിടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യൂടാ, അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. അത് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, ഒരു വാല്യൂ കുറയും. ഒരു വാല്യൂ എന്ത് ചെയ്യും, കുറയും. അറ്റോമിക് നമ്പർ 1 വെച്ച് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ബീറ്റ പ്ലസ് ഡി കെയും. അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ബീറ്റ മൈനസ് ഡി കെ ആണ്. നമുക്ക് മനസ്സിലാവും. എക്സ് എ ഇസഡ് എന്തായി മാറി, വൈ എ ഇസഡ് മൈനസ് 1 ആയി മാറി. കണ്ടോ, എ രണ്ടിടത്തും ഒരുപോലെയാ. എ എന്താ, സെയിം തന്നെയാണ്. ഇസഡ് എന്താ, ഇസഡ് മൈനസ് 1 ആയി. പിന്നെ എന്ത് റിലീസ് ചെയ്തു, ഒരു പോസിട്രോൺ റിലീസ് ചെയ്തു, ഒരു ന്യൂട്രിട്രോൺ റിലീസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ബീറ്റ മൈനസ് ഡി കെ ക്ലിയർ ആണ്, ബീറ്റ പ്ലസ് ഡി കെയും ക്ലിയർ ആണ്. ഇനി നമ്മൾ ഗാമ ഡി കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹൈ എനർജി ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അവിടെ എന്തില്ല, നോ ചേഞ്ച് ഇൻ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അതുകൊണ്ട് അതിന് അത്ര പ്രയോറിറ്റി കൊടുക്കണ്ട. പക്ഷെ ആൽഫയും എന്താ ബീറ്റ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് നോക്കണം. ആൽഫ ഡി കെ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെയും പറയാം, അവിടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, 2 കുറയും. ഹീലിയം ന്യൂക്ലിയസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉള്ളത്. അപ്പൊ അവിടുത്തെ മാസ് നമ്പർ 4 എന്താണ്, അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ ആൽഫ ഡി കെ ഒരു എലമെന്റ് നടക്കുന്നെങ്കിൽ ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, 2 കുറയും. മാസ് നമ്പർ എന്ത് ചെയ്യും, 4 കുറയും. അതാണ് ഇവിടെ നടന്നിട്ടുള്ള ആൽഫ ഡി കെ. ആൽഫ എന്ന് പറയുമ്പോൾ തന്നെ ഹീലിയം ന്യൂക്ലിയസ് ആലോചിക്കാം. അത് കഴിഞ്ഞ് ബീറ്റ ഡി കെ എന്ന് പറയുമ്പോൾ ബീറ്റ മൈനസ് ബീറ്റ പ്ലസ്. ബീറ്റ മൈനസ് വരുന്നോണ്ട് മൈനസ് ആവുന്ന ചിന്തിക്കല്ലേ. ബീറ്റ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പറിന് ഒന്നും സംഭവിക്കില്ല. ബീറ്റ പ്ലസ് ആണെങ്കിലോ അവിടെ മാസ് നമ്പറിന് ഒന്നും സംഭവിക്കില്ല, അറ്റോമിക് നമ്പർ 1 കുറയും. ഇത്രയും കാര്യം മാത്രം റേഡിയോ ആക്ടിവിറ്റിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കടാ. അപ്പൊ അത് ക്ലിയർ ആവുമല്ലോ. A22286 എന്ത് ചെയ്യുന്നു, B21084 തരുന്നു. ഇൻ ദിസ് റിയാക്ഷൻ ഹൗ മെനി ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ആൽഫ എത്ര ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആ റിയാക്ഷൻ ഏതാ, A22286 gives B21084. ആൽഫയും ബീറ്റയും എത്ര എമിറ്റ് ചെയ്തു എന്നറിയാൻ നമുക്കറിയാം. ബീറ്റയാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാസ് നമ്പറിന് ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ അല്ലെ? മാസ് നമ്പർ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചേഞ്ച് ചെയ്യുള്ളൂ, മാസ് നമ്പർ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, മാസ് നമ്പറിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. മാസ് നമ്പറിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 222 2 മൈനസ് 210 പോകുമ്പോൾ എത്ര കിട്ടിയടാ, 12 എന്ന് കിട്ടി. അപ്പൊ 12 ആയിട്ടാണ് മാസ് നമ്പർ കുറഞ്ഞത് അല്ലെ. ഒരു ആൽഫ പാർട്ടിക്കിളായി എമിറ്റ് ചെയ്യുന്നെങ്കിൽ മാസ് നമ്പർ 4 കുറയും അല്ലെ. അപ്പൊ 12 കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ട്, 3 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ മാസ് നമ്പർ 4 ആയിരുന്നു കുറയേണ്ടത്. ഇവിടെ 12 ആയിട്ടാ കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ, അവിടെ 3 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ തരുമ്പോൾ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം മാസ് നമ്പർ ചേഞ്ച് ഉണ്ട്. മാസ് നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ആൽഫ ഡി കെ നടന്നാൽ മാത്രമേ മാസ് നമ്പർ എന്ത് ചെയ്യുള്ളൂ, ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്ന് വേണം ആദ്യം കണ്ടുപിടിക്കാൻ. അങ്ങനെ നമ്മൾ നോക്കിയപ്പോ മാസ് നമ്പറിൽ ചേഞ്ച് 12 ആണ്. ഒരു ആൽഫ ഡി കെ നടക്കുന്നെങ്കിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, മാസ് നമ്പർ 4 കുറയുന്നത്. അപ്പൊ ഇവിടെ 12 ആയിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡി കെ നടന്നു, 3 ആൽഫ ഡി കെ നടന്നു, അല്ലെങ്കിൽ 3 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ 3 ആൽഫയാണ് ആൻസർ. അപ്പൊ ആൽഫ 3 ആയിട്ട് ഈ 2 ഓപ്ഷൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ആൽഫ ഡി കെ നടത്തിയിട്ടുള്ളതെന്ന് നോക്കാം. A22286 3 ആൽഫ എന്തായാലും നടന്നത് നമുക്ക് ഉറപ്പാം. എങ്കിലും മാസ് നമ്പർ എത്രയാവും, അപ്പൊ എന്തായി, 210 ബി അല്ലല്ലോ, നമുക്ക് ഇവിടെ ഇപ്പോ സി നോക്കാം. സി എന്തായി മാറി, 86 എത്രയാവും, ഒരു ആൽഫ ഡി കെ നടക്കുമ്പോ അറ്റോമിക് നമ്പർ 2 കുറയുന്നത്. അപ്പൊ 3 എണ്ണം നടന്നല്ലേ നമ്മളിപ്പോ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ 3 ആൽഫ ഡി കെ നടന്ന 6 ആയിട്ട് കുറയും അല്ലെ, 6 കുറയും. അപ്പൊ 86 6 പോകുമ്പോ 80. ഇതാണ് 3 ആൽഫ പാർട്ടിക്കിൾ ഡി കെ, അല്ലെങ്കിൽ 3 ആൽഫ ഡി കെ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തപ്പോ ഇങ്ങനെയാണ് ആയിരുന്നത്. ഓക്കെ അല്ലെ, ഇത്രയായി. ഇതിൽ നിന്ന് എനിക്ക് എന്താവണം, ബോറോൺ അല്ല B21084 ആക്കി മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ ഇവിടെ നോക്ക്, മാസ് നമ്പർ റിമെയിൻ സെയിം ആണ്. അപ്പൊ ബീറ്റ തന്നെ നടക്കണം. എത്ര ബീറ്റ നടക്കണം, 84 ആവണമെങ്കിൽ എത്ര ബീറ്റ നടക്കണം പറഞ്ഞേ. ഒരു ബീറ്റ മൈനസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 കൂടും അല്ലെ. ഇവിടെ 4 ആയിട്ട് കൂടിയിട്ടില്ലേ,
അതായത് 1884 ആവണമെങ്കിൽ 4 കൂടണം, 4 കൂടണ്ടേ. അപ്പൊ ഒരു തവണ ഒരെണ്ണേ കൂടും അറ്റോമിക് നമ്പർ. അപ്പൊ 4 കൂടണമെങ്കിൽ 4 ബീറ്റ നടക്കണ്ടേ. 4 ബീറ്റ മൈനസ് ഡിക്ക് നടന്നാലല്ലേ 4 കൂടുള്ളൂ. ഒരു ബീറ്റ മൈനസ് ഡിക്ക് നടക്കുമ്പോ എത്രയായിട്ടാ കൂടുന്നത്? അറ്റോമിക് നമ്പർ 1 കൂടുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ 4 കൂടണമെങ്കിൽ എത്ര നടക്കണം? അവിടെ 4 ബീറ്റ മൈനസ് നടക്കണം. അപ്പൊ ആൻസർ ചെയ്ത് വരും 3 ആൽഫയും 4 ബീറ്റയും നടക്കുമ്പോഴേ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് വരും, വരത്തില്ലേ. അപ്പൊ ആൻസർ ചെയ്ത ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അതായത് ഒരു റിയാക്ടന്റും പ്രൊഡക്റ്റും തന്നിട്ട് അവരുടെ ഇടയിൽ എത്ര ആൽഫ എത്ര ബീറ്റ എന്ന് വെച്ചാൽ ആദ്യം മാസ് നമ്പർ നോക്കുക. കാരണം മാസ് നമ്പർ മാറുന്നത് ആകെ ആൽഫയ്ക്ക്, അവിടെ തന്നെ ആൽഫ നമുക്ക് കിട്ടും. അപ്പൊ ആൽഫ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞാൻ സി എന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പിന്നെ സിയും ബിയും കൂടെ കമ്പയർ ചെയ്യാം, സിയും പ്രൊഡക്റ്റൂടെയും കമ്പയർ ചെയ്യാം. അപ്പൊ ആ ഒരു അറ്റോമിക് നമ്പർ എത്ര ചേഞ്ച് ചെയ്തെന്ന് വെച്ചിട്ടുള്ളത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ അപ്പൊ ആൻസർ ചെയ്ത് വന്നു ഓപ്ഷൻ ഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റേഡിയോ ആക്റ്റീവ് ഡീകേ ചെയിൻ ഇത് ഇനിഷ്യൽ ന്യൂക്ലിയസ് ഈസ് തോറിയം 230 to 90. നമുക്ക് എഴുതാം. ഈ ക്വസ്റ്റ്യനോട് ആകുമ്പോൾ എന്റെ മക്കൾക്ക് ക്ലിയർ ആവും. Thorium 230 to 90. At the end, there are 6 alpha particles and 4 beta particles which are emitted. If the end nucleus is X, A, Z, A and Z are given by. അപ്പൊ അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ എമിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഉള്ളത് എന്താന്ന് എഴുതിയാൽ മതി. അവിടെ 6 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ടുണ്ട്, 4 ബീറ്റ മൈനസും ചെയ്തു. 6 ആൽഫ എമിറ്റ് ചെയ്യുമ്പോൾ ആദ്യം 6 ആൽഫ എമിറ്റ് ചെയ്യുന്നെങ്കിൽ എന്താവൂടാ, നമുക്ക് വൈ എക്സ് എന്നല്ലേ ലാസ്റ്റ്. അപ്പൊ വൈ വെച്ച് എഴുതാം. 6 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ 232 എന്തായി കുറയും? ഒരു ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ 4. അപ്പൊ 6 ആൽഫ നടക്കണമെങ്കിൽ 6 ഗുണം 4 എത്രയാ? 24 ആയിട്ട് കുറയണം അല്ലെ. മാസ് നമ്പറിൽ നിന്ന് എത്ര പോണം? 24 പോണം. അപ്പൊ 232 24 പോയാൽ എത്ര കിട്ടും? 12 4 പോയാൽ 8, ഇവിടെ 2, 2 2 പോയാൽ 0, 2. 208 കിട്ടത്തില്ല. അപ്പൊ 208 ആയിട്ട് മാറി. 6 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തപ്പോ മാസ് നമ്പർ എത്രയും പോയി? 208 ആയിട്ട് പോയി. ഇനി അറ്റോമിക് നമ്പർ എത്രയും കുറയും? ഒരെണ്ണാണെങ്കിൽ 2 വെച്ചാൽ കുറയുന്നത്. അപ്പൊ 6 ആകുമ്പോൾ 6 ഗുണം 2 12 കുറയണം. അപ്പൊ 90 12 പോയാൽ എത്ര കിട്ടും? 78 കിട്ടും. അപ്പോ 78. ഓക്കെ അല്ലേ? ഇത് ആൽഫ പാർട്ടിക്കിൾ. അത്ര 6 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തപ്പോൾ ഉള്ളതാണ് ഇത്. ഇനി എനിക്ക് എന്ത് എമിറ്റ് ചെയ്യണം? ബീറ്റ എമിറ്റ് ചെയ്യണം അല്ലെ. എത്ര ബീറ്റ? 4 ബീറ്റ മൈനസ് എമിറ്റ് ചെയ്യണം. നമുക്ക് മാസ് നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. അപ്പൊ എക്സ് 208, മാസ് നമ്പർ 208. അപ്പൊ ഈ 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യും. ഒന്നെങ്കിൽ ഇതോ നമുക്ക് ഉറപ്പിക്കാം. ഇനി 78 എത്രയാവുന്നതാണ്. ഒരു ബീറ്റ മൈനസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 കൂടും. 4 ബീറ്റ മൈനസ് വരുമ്പോൾ അറ്റോമിക് നമ്പർ 4 കൂടും. അപ്പൊ 78 പ്ലസ് 4 വരെ എത്ര കിട്ടും? 82. ഓക്കെ അല്ലേ? അപ്പൊ എന്തായിട്ട് എലമെന്റ് എക്സ് 208 82 എന്നാ നമ്മുടെ ഫൈനൽ എലമെന്റ് കിട്ടി. ഇനി ഇവിടുന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ? 208. നമ്മുടെ ഇസഡിന്റെ സ്ഥാനത്ത് ആരാ? 82. അപ്പൊ ഇവിടുന്ന് ആൻസർ എത്ര കിട്ടും പറയടാ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആൽഫയും ബീറ്റയും ഡിക്ക് ഒക്കെ ഓക്കെ അല്ലേടാ റേഡിയേറ്റിവിറ്റിയുടെ? ഈ ഒരു കാര്യം അറിഞ്ഞാൽ മതി. ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞു തരാം. പല കുട്ടികളും ഇത് നോക്കാതിരിക്കുന്നതുകൊണ്ടാണ്. ആൽഫ ഡിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹീലിയം ന്യൂക്ലിയസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇസഡ് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും? 2 കുറയും. മാസ് നമ്പർ എന്ത് ചെയ്യും? 4 കുറയും. അത് നോക്കിയാൽ മതി. ബീറ്റ ഡിക്ക് 2 ടൈപ്പ് ഉണ്ട്, ബീറ്റ മൈനസും ബീറ്റ പ്ലസും. ഓക്കെ അല്ലേ? ഇവിടെ എഴുതിയ കാണില്ലല്ലേ? ഇങ്ങോട്ട് എഴുതാം. ബീറ്റ ഡിക്ക് 2 ടൈപ്പ് ഉണ്ട്, ബീറ്റ മൈനസും ബീറ്റ പ്ലസും. ബീറ്റ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടിടത്തും മാസ് നമ്പറിന് ഒരു ചേഞ്ചസും ഇല്ല. ബീറ്റ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യടാ? അറ്റോമിക് നമ്പർ 1 കൂടും. ബീറ്റ പ്ലസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 കുറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇവിടുന്ന് എങ്ങനെയാ ചോദിച്ചാൽ എന്റെ എല്ലാ മക്കളും എഴുതും. ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടൈപ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് 2 ടോപ്പിക് ഫിഷനും ഫ്യൂഷനിലോട്ടാ വരുന്നത്. ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? യുറാനിയം ന്യൂക്ലിയസ് 235 യുറാനിയം 92 ആ ഒരു ന്യൂക്ലിയസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കുന്നു. ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിക്കുന്നു. അങ്ങനെ ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാവും അറിയാവോ? ആദ്യം യുറാനിയം 236 92 ആയിട്ട് അത് മാറും. അത് വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? പിന്നെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് പല കുഞ്ഞു ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതിൽ ഫിഷൻ ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറണമല്ലോ. അതിന് ഒന്നാണ് 144 ബേരിയം 56 ആവും, 89 ക്രിപ്റ്റോൺ 36 ആവും, പിന്നെ 3 ന്യൂട്രോണും റിലീസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ന്യൂക്ലിയർ ഫിഷന്റെ റിയാക്ഷൻ, ഈ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ റിയാക്ഷൻ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ റിയാക്ഷൻ ബേസ് ചെയ്ത്. സോ ഈ റിയാക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്. റിയാക്ഷൻ ഇപ്പൊ തന്നെ ഇരുന്ന് പഠിക്കാം.
ന്യൂട്രോൺ എന്ത് ചെയ്യുന്നു, യുറാനിയം 235-92 ആയിട്ട് ബോംബാർഡ് ചെയ്യുന്നു. അപ്പൊ യുറാനിയം 236-92 ഫോം ചെയ്യുന്നു. അത് വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ആരൊക്കെ ആയിട്ട്? 144 ബേരിയം 56ഉം പിന്നെ ആരാണ് 89 ക്രിപ്റ്റോൺ 36ഉം പിന്നെ ആരായിട്ട് 3 ന്യൂട്രോൺ ആയിട്ട് പോകുന്നു. ഓക്കെ അല്ലെ? ഈ റിയാക്ഷൻ പറഞ്ഞു പഠിക്കണേ. ഓക്കെ, ഇനി ഇത് എനർജി റിലീസ്ഡ് ഇൻ ദ ഫിഷൻ റിയാക്ഷൻ. ഈ ഫിഷൻ റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് അവരുടെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാ? 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയിലാണ് റിലീസ് ചെയ്യുന്നത്. അത് ആർക്കാണ്? യുറാനിയം ലൈക്ക് ന്യൂക്ലിയസിന്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഫിഷൻ. ഇത് എനർജി റിലീസ്ഡ് ബൈ ദ ഫിഷൻ ഓഫ് 1 യുറാനിയം ആറ്റം ഈസ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമ്പർ ഓഫ് ഫിഷൻ പെർ സെക്കൻഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 3.2 മില്ലി വാട്ട് ഓഫ് പവർ ഈസ്. അപ്പൊ നമ്മൾ എന്തോ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം പവർ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 3.2 മില്ലി വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എനർജി റിലീസ്ഡ് ബൈ ദ ഫിഷൻ, ഒരു യുറാനിയം ആറ്റം റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 200 എന്നറിയാം. എങ്കിലും അവർ തന്നിട്ടുണ്ട് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എനർജി ബൈ ടൈം ആണ്. ഇവിടെ നടക്കുന്ന ഫിഷൻ n നമ്പർ ഓഫ് ഫിഷൻസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? NE/T എന്ന് ഇടാം. ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു NE/T എന്ന് എഴുതാം. ഇവിടെ നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ് N/T എന്ന് പറയുന്നത് എന്ത് കിട്ടൂടാ? P/E എന്ന് ഇട്ടതില്ലേ? പവർ ബൈ എനർജി എന്ന് കിട്ടും. പവർ ഇവിടെ എത്രയാണ്? 3.2 ഇൻറ്റു മില്ലി വാൾട്ട് അല്ലെ? അപ്പൊ 10⁻³ വാട്ട് ഡിവൈഡഡ് ബൈ എനർജി എത്രയാണ്? 200 ഇൻറ്റു മെഗായെ മാറ്റാം 10⁻6 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിന് മാറ്റാം എന്ത് ചെയ്യും? 1.6 ഇൻറ്റു 10⁻90 ഈസ് ഈക്വൽ ടു 3.2 2 ഇൻറ്റു 1.6 എന്ത് ചെയ്യും? വെട്ടിപ്പോ. കാരണം 2 ഇൻറ്റു 1.6 എന്ന് പറഞ്ഞാൽ 3.2, ആ 3 മുകളിലത്തെ 3 വെട്ടിപ്പോ. അപ്പൊ 10⁻³ ഡിവൈഡഡ് ബൈ 10² ഇൻറ്റു 10⁻6 10⁻8 ഇൻറ്റു 10⁻90 ഈസ് ഈക്വൽ ടു 10⁻³ ഡിവൈഡഡ് ബൈ 10⁻8 ഇൻറ്റു 10⁻90 എത്ര കിട്ടും? 10⁻11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ ഇൻറ്റു 10⁻11 മുകളിൽ ചെല്ലുമ്പോൾ 10⁻11 ആവും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10⁻8 എന്ന് കിട്ടും. എത്ര കിട്ടും? 10�8. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ് N/Tയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 10�8 ആണ്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ അറിയണ്ടേ? ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. n നമ്പർ ഓഫ് ഫിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? NE/T ആണെന്ന് അറിഞ്ഞിരിക്കുക. അവിടെ നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ് വെച്ചാൽ P/E എടുത്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. When a uranium isotope, uranium 235-92 is bombarded with a neutron, it generates krypton 8936 3 neutrons ആണ്. ഇത് എന്തിന്റെ റിയാക്ഷൻ ആണ്? നമ്മുടെ ന്യൂക്ലിയർ ഫിഷന്റെ റിയാക്ഷൻ ആണ്. അതായത് യുറാനിയം 235 എന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്യുന്നു. ഓക്കെ അല്ലെ? 1 ന്യൂട്രോൺ ആയിട്ട് ബോംബാർഡ് ചെയ്യുന്നു. അങ്ങനെ ബോംബാർഡ് ചെയ്യുമ്പോൾ ആദ്യം എന്തായിരുന്ന റിയാക്ഷൻ നമ്മൾ പഠിച്ചു? ഈ റിയാക്ഷൻ ഉണ്ടോ? എഴുതി പഠിക്കുന്നത് നമ്മുടെ നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യുറാനിയം 236-92 ആയിട്ട് മാറും. ഇത് വളരെ അൺസ്റ്റേബിൾ ആയിട്ട് ഇതിന് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. പുതിയ ന്യൂക്ലിയസ് ആയിട്ട് സെപ്പറേറ്റ് ഡിഫറെന്റ് ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ ആദ്യം സ്പ്ലിറ്റ് ആവുന്ന ആരാടാ? ക്രിപ്റ്റോൺ 8956 ആയിട്ട് 8936 ആയിട്ട് മാറും. പ്ലസ് പിന്നെ ആരുണ്ടാവും? ബേരിയം 14456 ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? 3 ന്യൂട്രോൺ. ഇങ്ങനെയല്ലേടാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ക്രിപ്റ്റോൺ 8936, ബേരിയം 14456, 3 ന്യൂട്രോൺ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഏതായിരിക്കും? എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിപ്പോ ക്വസ്റ്റ്യൻ നേരിട്ട് ഇതും തരാം. ഇപ്പൊ ബോംബാർഡ് വിത്ത് ന്യൂട്രോൺ ഇറ്റ് ജനറേറ്റ്സ് ബേരിയം 14456 പ്ലസ് 3 ന്യൂട്രോൺ ആൻഡ് ഡാഷ് എന്ന് നോക്കി. അപ്പൊ ആൻസർ ഏത് വരും? ക്രിപ്റ്റോൺ വരും. സോ ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതാണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടർ is a device in which nuclear fission is produced by controlled self-sustaining chain reaction and is used for the production of nuclear power energy. എന്താ ന്യൂക്ലിയർ റിയാക്ടർ എന്നാ പറയുന്നത്? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിവൈസ് ആണ്. അത് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ്? കൺട്രോൾഡ് സെൽഫ് സസ്റ്റൈനിങ് ചെയിൻ റിയാക്ഷൻ, കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെയിൻ നമ്മൾ കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒരു ന്യൂക്ലിയർ ഫിഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത് മക്കളെ? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയർ പവർ എനർജി. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ന്യൂക്ലിയർ പവർ എനർജിയുടെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിന്റെ പടമൊക്കെ നമ്മൾ എന്തുണ്ട്? NCERT ടെസ്റ്റിലുണ്ട്. ജസ്റ്റ് ആ പടം നോട്ട് ചെയ്ത് വെക്കണം. ഇത് എസെൻഷ്യൽ പാർട്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ആണ്. ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ പാർട്സിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ്, എസെൻഷ്യൽ പാർട്സ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഫ്യൂവൽ ഉണ്ട്, മോഡറേറ്റർ ഉണ്ട്, കൺട്രോൾ റോഡ് ഉണ്ട്, കൂളന്റ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട്. ഇവര് 5 പേരാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഫ്യൂവൽ, മോഡറേറ്റർ, കൺട്രോൾ റോഡ്, കൂളന്റ്, പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഓക്കെ അല്ലേ? അതിൽ ഓരോന്നും നമുക്ക് പറയാം.
ആദ്യം നമ്മൾ ഫ്യൂവലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ കോമൺ ഫ്യൂവൽസ് യൂസ്ഡ് ആർ യുറാനിയം 238. നമുക്കൊരു അറിയാം, നമുക്കൊരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന ഫ്യൂവൽ വേണമല്ലോ. അങ്ങനെ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ആരാണ്? യുറാനിയം 238 ഉണ്ട്, എൻറിച്ച്ഡ് യുറാനിയം 235, പ്ലൂട്ടോണിയം Pu-236, തോറിയം 232. ഇവര് 4 പേരാണ് എന്തൊക്കെ കോമൺ ഫ്യൂൾസ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന കോമൺ ഫ്യൂൾസ് ആണ് ഇവർ. യുറാനിയം 238, എൻറിച്ച്ഡ് യുറാനിയം 235, പ്ലൂട്ടോണിയം Pu-236 ആൻഡ് തോറിയം 232. ഓക്കെ അല്ലേ? ഫ്യൂൽ ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്ത പാർട്ടാണ് മോഡറേറ്റർ. ഓക്കെ അല്ലേ? മോഡറേറ്റർ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? The function of a moderator is to slow down the fast moving neutrons to increase the rate of fission. അതായത് മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോഴും 3 ന്യൂട്രോൺ വെച്ചല്ലേ പോകുന്നത്. ആ പോകുന്ന ന്യൂട്രോണിന്റെ ആ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിന്റെ സ്പീഡ് എന്ത് ചെയ്യുക? സ്ലോ ഡൗൺ ചെയ്യുക. ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്ലോ ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫിഷൻ. ഫിഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ 3 ന്യൂട്രോൺ റിലീസ് ആയ ആ ന്യൂട്രോൺ വേണ്ടി അടുത്ത യുറാനിയത്തിൽ ചെന്നിടിക്കാൻ. പക്ഷെ ഇതിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് അവര് അടുത്ത യുറാനിയത്തിൽ തന്നെ പോയി ഇടിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് അടുത്ത യുറാനിയത്തിൽ ഇടിക്കുന്ന രീതിയിൽ സ്ലോ ഡൗൺ ചെയ്ത് വിടാം. അപ്പൊ എന്ത് ചെയ്യും? ഫിഷന്റെ റേറ്റ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ദ ഫംഗ്ഷൻ ഓഫ് എ മോഡറേറ്റർ ഈസ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫിഷൻ. ഓക്കെ അല്ലേ? The commonly used moderators in the order of efficiency are. എഫിഷ്യൻസിയുടെ ഓർഡറിൽ കോമൺലി യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് ആരൊക്കെയാ? ഹെവി വാട്ടർ ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ബെർലിയം ഉണ്ട് ആൻഡ് ബെർലിയം ഓക്സൈഡ്. അപ്പൊ ഏതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ്, ബെർലിയം ഓക്സൈഡ്. ഇതിന്റെ അകത്ത് ഹെവി വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ബെസ്റ്റ് മോഡറേറ്റർ ആണ്. ഹെവി വാട്ടർ ഈസ് ദ ബെസ്റ്റ് മോഡറേറ്റർ എന്ന് പറയാം. മോഡറേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ്, ബെർലിയം ഓക്സൈഡ്. അതിന്റെ അകത്ത് ബെസ്റ്റ് മോഡറേറ്റർ എന്ന് പറയാൻ പറ്റുന്ന ആരെയാണ്? ഹെവി വാട്ടറിനെയാണ്. ഈ ഗുഡ് മോഡറേറ്റർ ഷുഡ് ഹാവ്. ഇനി ഒരു ഗുഡ് മോഡറേറ്ററിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവും അല്ലെ? എന്തൊക്കെയാ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ലോ അറ്റോമിക് മാസ് ആയിരിക്കണം. അവിടെ അറ്റോമിക് മാസ് കുറവായിരിക്കണം. ഇനി പ്യുവർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രോൺസ്. അവർ ന്യൂട്രോൺസ് പ്യൂർലി അബ്സോർബ് ചെയ്യണം. ഗുഡ് സ്കാറ്ററിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം. അവരുടെ സ്കാറ്ററിംഗ് പ്രോപ്പർട്ടി ഗുഡ് ആയിരിക്കണം. ഇനി ദ സൈസ് ഓഫ് മോഡറേറ്റർ ആറ്റം ഷുഡ് ബി നിയർലി ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി സൈസ് ഓഫ് ന്യൂട്രോൺ. അതായത് മോഡറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അവിടെ ന്യൂട്രോണിന്റെ സൈസിന് എന്തായിരിക്കണം? നിയർലി സെയിം ആയിരിക്കും. ഇത് 4 ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരെ എന്ത് പറയാം? ഗുഡ് മോഡറേറ്റർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ കോമൺലി യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് ഏതൊക്കെയാ? ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ്, ബെർലിയം ഓക്സൈഡ് ആണ്. അതിന്റെ അകത്ത് ഹെവി വാട്ടർ എന്ന് പറയുന്നത് എന്താ മക്കളെ? ബെസ്റ്റ് മോഡറേറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് കൺട്രോൾഡ് റോഡ്സ്. എന്താ മക്കളെ? കൺട്രോൾഡ് റോഡ്സ്. The function of a control rod is to absorb or capture the neutrons. ഒരു കൺട്രോൾ റോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാന്ന? ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. Cadmium, boron and steel rods are used as control rods in nuclear reactor. ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ റോഡ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ ആരൊക്കെയാണ്? കാഡ്മിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, സ്റ്റീൽ റോഡ് ഉണ്ട്. അപ്പൊ കാഡ്മിയം, ബോറോൺ, സ്റ്റീൽ റോഡ് ഇവര് 3 പേരുമാണ് എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ 3 എണ്ണത്തിൽ തന്നെ കാഡ്മിയം റോഡ്സ് ആർ ദ ബെസ്റ്റ് കൺട്രോൾ റോഡ്സ്. കാഡ്മിയം റോഡ്സ് ആണ് എന്താ? ബെസ്റ്റ് കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കാഡ്മിയം റോഡ്സ് ആർ ദ ബെസ്റ്റ് കൺട്രോൾ റോഡ്സ്. They regulate the net rate of neutron production and hence they control the intensity of fission process. അവരെന്ത് ചെയ്യും? ഈ റോഡ്സ്, കൺട്രോൾ റോഡ്സ് എന്ത് ചെയ്യും? അവര് ന്യൂട്രോൺ പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺ എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. അതിന്റെ റേറ്റ് റെഗുലേറ്റ് ചെയ്യും. അതുവഴി തന്നെ എന്തോ അവർക്ക് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഫിഷൻ പ്രോസസ്സിന്റെ ഇന്റൻസിറ്റിയും റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫിഷൻ പ്രോസസ്സിന്റെ ഇന്റൻസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ആരാണ്? കൺട്രോൾ റോഡ്സ് ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ബെസ്റ്റ് കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് കാഡ്മിയം റോഡാണ്. ബെസ്റ്റ് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഹെവി വാട്ടറിനെയാണ്. ഇനി അടുത്ത ഇതാണ് ഏത് പാട്ട? കൂളന്റ് എന്ന് പറയുന്ന പാർട്ട്. കൂളന്റിന്റെ ഫംഗ്ഷൻ എന്താ? The function of a coolant is to keep the reactor temperature at a low value so that there may not be any danger of heat damage to the reactor. അതായത് കൂളന്റിന്റെ ഫംഗ്ഷൻ ആ വാക്കിൽ തന്നെ നമുക്ക് പറയാം. എന്താണ്? കൂളാക്കി വെക്കുക അല്ലെ? അതായത് ആ ഒരു റിയാക്ടർ അത്രയും ഫിഷനൊക്കെ നടക്കുമ്പോൾ എന്തായാലും റിയാക്ടർ ടെമ്പറേച്ചർ ഹൈ ആക്കുക. അത് ഹൈ ആവാതെ അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക? ഒരു ലോ റേറ്റിൽ തന്നെ വെക്കുക, ലോ വാല്യൂവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്താ? ഹൈ ആയി അത് ഡേഞ്ചർ അല്ല. ന്യൂക്ലിയർ റിയാക്ടറിന് ഹീറ്റ് ഡാമേജ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടാവാതെ അതിന്റെ ടെമ്പറേച്ചർ, റിയാക്ടറിന്റെ ടെമ്പറേച്ചറിനെ ഒരു ലോ വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് മക്കളെ? കൂളന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. എയർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ യൂസ്ഡ് ആസ് ഗീഷ്യസ് കൂളന്റ്. അവിടെ നമ്മൾ നോക്കണം, ഗീഷ്യസ് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 പേരാണ് എയറും കാർബൺ ഡൈ ഓക്സൈഡും. എയറും കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഗീഷ്യസ് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ടർ, ഓർഗാനിക് ലിക്വിഡ്സ്, ഹീലിയം,
ലിക്വിഡ് സോഡിയം ആർ യൂസ്ഡ് ആസ് ലിക്വിഡ് കൂളൻസ്. ലിക്വിഡ് കൂളൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെയൊക്കെ? വാട്ടർ ഉണ്ട്, ഓർഗാനിക് ലിക്വിഡ്സ് ഉണ്ട്, ഹീലിയം ഉണ്ട്, ലിക്വിഡ് സോഡിയം ഉണ്ട്. ഇവരെയൊക്കെ എന്തായിട്ട് യൂസ് ചെയ്യും? ലിക്വിഡ് കൂളൻസ് ആയിട്ട് യൂസ് ചെയ്യും. ലിക്വിഡ് സോഡിയം ഈസ് ദ ബെസ്റ്റ് കൂളന്റ്. കൂളന്റുകളിൽ ബെസ്റ്റ് ആരാന്ന് വെച്ചാൽ ആരാണ്? ലിക്വിഡ് സോഡിയം ആണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലെ? അപ്പൊ ബെസ്റ്റ് മോഡറേറ്റർ ആരാന്ന് വെച്ചാൽ ഹെവി വാട്ടർ ആണ്. ബെസ്റ്റ് കൺട്രോൾ റോഡ് ആരാന്ന് വെച്ചാൽ കാഡ്മിയം റോഡ് ആണ്. ഇനി ബെസ്റ്റ് കൂളന്റ് ആരാന്ന് വെച്ചാൽ ലിക്വിഡ് സോഡിയം ആണ്. ക്ലിയർ അല്ലേ? ഈ 4 പാർട്ടും ക്ലിയർ അല്ലേടാ? ഓക്കെ. അടുത്ത നമ്മൾ പോകുന്നതാണ് പ്രൊട്ടക്റ്റീവ് ഷീൽഡിംഗ് എന്ന് പറയുന്ന പാർട്ട്. The process of preventing radioactive effect around nuclear reactor is called protective shielding. അതായത് അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, ഒരു ഷീൽഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് പ്രോസസ് ഓഫ് പ്രിവെന്റിംഗ് റേഡിയോ എഫക്ട്. ആ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് ചുറ്റും അതിന്റെ റേഡിയോ എഫക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക? അതിനെ പ്രിവെന്റ് ചെയ്യുക. ആ ഒരു റേഡിയോ ആക്റ്റീവ് എഫക്ട് അങ്ങോട്ട് വരാതെ പ്രിവെന്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? പ്രൊട്ടക്റ്റീവ് ഷീൽഡിംഗ്. During the working of a nuclear reactor, dangerous radiations such as high energy neutrons, gamma rays and thermal radiations are produced. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ വർക്കിങ്ങിന്റെ സമയത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണല്ലോ. അതായത് ഹൈ എനർജി ന്യൂട്രോൺസ് ആണ്, ഗാമ റേസ് ഉണ്ട്, തെർമൽ റേഡിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഡേഞ്ചറസ് ആണ്. ഇവരൊക്കെ എന്ത് ചെയ്യും? ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ വർക്കിംഗ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇല്ലേ? പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഇതൊക്കെ ആർക്ക് കേടാ? അവിടെ വർക്ക് ചെയ്യുന്ന മനുഷ്യർക്കെല്ലാം കേടല്ലേ? അവരെല്ലാം എഫക്ട് ചെയ്യില്ലേടാ? അപ്പൊ അവര് എന്ത് ചെയ്യില്ല? അവർക്ക് ഈ ഒരു എഫക്ട് ഒന്നും ഉണ്ടല്ലോ. അങ്ങനെ ഒരു എഫക്ട് ഉണ്ടാക്കി ന്യൂക്ലിയർ റിയാക്ടറിന് എന്ത് ചെയ്യും? ഇതുമായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിംഗ് ഉണ്ടാക്കി ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ റേഡിയേഷൻസ് ഒന്നും ഏൽക്കാതിരിക്കും. അതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? പ്രൊട്ടക്റ്റീവ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഈ 5 പാർട്സും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു ന്യൂക്ലിയർ റിയാക്ടറിന് എന്താ 5 എസെൻഷ്യൽ പാർട്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഫ്യൂവല്, മോഡറേറ്റർ, കൺട്രോൾ റോഡ്, കൂളന്റ്, പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. അതിൽ ഫ്യൂവല് നമ്മൾ പറഞ്ഞു, കോമൺലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതൊക്കെയാണെന്നും പറഞ്ഞു. മോഡറേറ്റർ എന്താന്ന് നമ്മൾ പറഞ്ഞു, ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? റേറ്റ് ഓഫ് ഫിഷൻ ഇൻക്രീസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ്, ബെറിലിയം ഓക്സൈഡ്. അതിന്റെ ഹെവി വാട്ടർ ആണ് ബെസ്റ്റ് മോഡറേറ്റർ. ഇനി ഒരു മോഡറേറ്റർ, ഗുഡ് മോഡറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ റോഡ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു കൺട്രോൾ റോഡിന്റെ ഫംഗ്ഷൻ? ടു അബ്സോർബ് ഓർ ക്യാപ്ചർ ദ ന്യൂട്രോൺസ്. ഇനി കാഡ്മിയം, ബോറോൺ, സ്റ്റീൽ റോഡ് അവരൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ റോഡ്സ്. അതിനകത്ത് ബെസ്റ്റ് കൺട്രോൾ റോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാഡ്മിയം ആണ്. ഓക്കെ അല്ലെ? കാഡ്മിയം റോഡാണ്. ഇനി ഇവര് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രോൺ പ്രൊഡക്ഷന്റെ റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുവഴി ആ ഒരു ഫിഷന്റെ ഇന്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? കൺട്രോൾ റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൂളന്റിനെ പറ്റി പറഞ്ഞു. കൂളന്റ് എന്താണ്? ആ ഒരു ടെമ്പറേച്ചർ ലോ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഗേഷ്യസ് കൂളന്റ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ലിക്വിഡ് കൂളന്റ് ഉണ്ട്. അതിന് തന്നെ ബെസ്റ്റ് കൂളന്റ് എന്ന് പറയുന്നത് ആരാന്ന് നമ്മൾ പറഞ്ഞു? ലിക്വിഡ് സോഡിയം ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ട് വന്നിട്ട് ആ പ്രൊട്ടക്റ്റീവ് ഷീൽഡിങ്ങിലോട്ട് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ഇനി എന്തിലോട്ട് പോവാം? ഇനി നമ്മളൊരു കോൺസ്റ്റന്റ് പറയാൻ പോവാണ്. എന്തായിരിക്കും ആ കോൺസ്റ്റന്റ്? നോക്കിയടാ, എന്താ കോൺസ്റ്റന്റ്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ കോൺസ്റ്റന്റ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ കെ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ. എന്താ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ കോൺസ്റ്റന്റ് എന്നറിയാമോ? ഒരു റിയാക്ടറിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രസന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പർട്ടിക്കുലർ ജനറേഷൻ. അതായത് ഒരു റിയാക്ഷന്റെ ബിഗിനിങ്ങിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോണും ടു ദ നമ്പർ ഓഫ് ന്യൂട്രോൺ പ്രസന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പ്രീവിയസ് റിയാക്ഷൻ. പ്രീവിയസ് ജനറേഷന്റെ ബിഗിനിങ്ങിലുള്ള ന്യൂട്രോണിന്റെ നമ്പറും തമ്മിലുള്ള ആ ഒരു റേഷ്യോ വിളിച്ച പേരാണ് എന്ത് മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ നമുക്ക് അവർ എന്ത് പറയാം? റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺ, അതായത് ഈ റിയാക്ഷനിൽ ഉണ്ടായ ന്യൂട്രോൺ അല്ലെ പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺ ഡിവൈഡഡ് ബൈ കഴിഞ്ഞ റിയാക്ഷനിൽ ഉണ്ടായിരുന്ന ലോസ് അല്ലേ? അപ്പൊ ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയാം. അപ്പൊ ഈ റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കണം. കെ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രോൺ. അല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കെ ഈസ് ഈക്വൽ ടു എന്തെന്നും പറയാടാ? ഇറ്റ് ഈസ് ദ number of neutron present at the beginning of a particular generation divided by number of neutron present at the beginning of the previous generation. ഒരു particular generationലുള്ള number of neutronനെ എന്ത് ചെയ്യുന്നു? previous generationലുള്ള ആ ഒരു previous generationന്റെ beginningലുള്ള number of neutron കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്താ? propagation constant അല്ലെങ്കിൽ reproduction constant അല്ലെങ്കിൽ reproduction factor എന്ന് പറയുന്നത്. ഇനി ഈ കെയുടെ വാല്യൂ നമുക്ക് പലതും കിട്ടാമല്ലോ. അതായത് 1 കിട്ടാം, ഒന്നെങ്കിൽ 1 കുറയാം അല്ലെങ്കിൽ 1 കൂടാം. കെയുടെ വാല്യൂ 1 ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? കൺട്രോൾഡ് റിയാക്ഷൻ ആണ്. നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അതൊരു അൺകൺട്രോൾഡ് റിയാക്ഷൻ ആണ്. കെ ലെസ് ദാൻ 1 ആണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ഗോയിങ് ടു സ്റ്റോപ്പ്. അത് സ്റ്റോപ്പ് ആവാൻ പോവുകയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലെ? 3 കണ്ടീഷൻ ആണ്. കെ ഈക്വൽ ടു 1 ആണെങ്കിൽ കൺട്രോൾഡ് റിയാക്ഷൻ ആണ്. കെ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? ആ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ സ്റ്റോപ്പ് ആവാൻ പോവാണ്. കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അതൊരു അൺകൺട്രോൾഡ് റിയാക്ഷൻ, അതായത് അവിടെ എക്സ്പ്ലോഷൻ ഒക്കെ നടന്ന് അത് അൺകൺട്രോൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ വാല്യൂസിനെ ഒന്നും കൂടെ പറഞ്ഞാൽ, അതായത് ഇപ്പൊ സൈസ് ഓഫ് യുറാനിയത്തിന്റെ സൈസ്
യൂസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആണ് എങ്കിൽ എന്താണ് അവിടെ കെയുടെ വാല്യൂ 1 ആണ്. അതായത് എന്താണ് കൺട്രോൾ റിയാക്ഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിലുള്ള എന്താണ് കൺട്രോൾഡ് റിയാക്ഷൻ ആണ് അല്ലെ. ഇനി ഇഫ് ദി സൈസ് ഓഫ് യുറാനിയം യൂസ്ഡ് ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ, യുറാനിയം യൂസ് ചെയ്ത് യുറാനിയത്തിന്റെ സൈസ് യൂസ് ചെയ്തത് സൂപ്പർ ക്രിട്ടിക്കൽ ആണെങ്കിൽ കെ എന്താവും ഗ്രേറ്റർ ദാൻ 1 ആവും. അതാണ് എന്ത് അൺകൺട്രോൾഡ് റിയാക്ഷൻ അല്ലെ. അൺകൺട്രോൾഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ആറ്റോമിക് ബോംബിലൊക്കെ നടക്കുന്നത്. ഓക്കെ അല്ലേ. ഇഫ് ദി സൈസ് ഓഫ് യുറാനിയം ഈസ് യൂസ്ഡ് ഈസ് സബ് ക്രിട്ടിക്കൽ, സൈസ് ഓഫ് യുറാനിയം യൂസ് ചെയ്ത് സബ് ക്രിട്ടിക്കൽ ആണെങ്കിലോ കെ എന്തായിരിക്കും ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പോയിരിക്കും, അതായത് റിട്ടാർഡിംഗ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പം ഇത് സബ് ക്രിട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പോയിന്റ്, സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന പോയിന്റും ക്രിട്ടിക്കൽ ആകുമ്പോഴുള്ള കാര്യം നോട്ട് ചെയ്തേക്കുക. ക്രിട്ടിക്കൽ ആകുമ്പോൾ കെ 1 ഈക്വൽ ആണ്, അത് കൺട്രോൾഡ് റിയാക്ഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ റിയാക്ടർ. കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ആവും, അതെന്താണ് അൺകൺട്രോൾഡ് റിയാക്ഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആണ് അറ്റോമിക് ബോംബ്. ഇനി കെ ലെസ് ദാൻ 1 ആണെങ്കിൽ യുറാനിയം സൈസ് എന്താണ് സബ് ക്രിട്ടിക്കൽ ആണ്, അതെന്താണ് റിട്ടാർഡിംഗ് റിയാക്ഷൻ, ആ റിയാക്ഷൻ സ്റ്റോപ്പ് ആവാൻ പോവാണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇത്രയാകുമ്പോ ആ ഒരു കോൺസ്റ്റന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നമുക്കറിയാലോ. എന്താ നമ്മൾ നേരത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അതായത് ലൈറ്റർ ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കടാ, അവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂസ് ചെയ്ത് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിച്ചത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിളൊക്കെ. ഇവിടെ നോക്ക്, 4 പ്രോട്ടോൺ 4H1 എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഹീലിയം 4 എന്ത് ചെയ്യുന്നു, ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതിന്റെ കൂടെ 2 ന്യൂട്രോൺ 2 ന്യൂട്രിറ്റോയും പിന്നെ എന്താണ് 6 ഗാമയും പിന്നെ അതിന്റെ കൂടെ എത്ര എനർജിയും റിലീസ് ചെയ്യുന്നു, 26.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂഷന് ലൈറ്റ് ന്യൂക്ലിയർ മസ്റ്റ് ഹാവ് എ സഫിഷ്യന്റ് ഇനിഷ്യൽ എനർജി ടു ഓവർകം ദ കൂളോം പൊട്ടൻഷ്യൽ ബാരിയർ. അതായത് ഒരു ഫ്യൂഷൻ നടക്കുമ്പോൾ ഈ ലൈറ്റ് ന്യൂക്ലിയസിനുണ്ടല്ലോ ഒരു സഫിഷ്യന്റ് ഇനിഷ്യൽ എനർജി വേണം. കാരണം എന്താ, ഈ ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ഇടയിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താ പോസിറ്റീവ്ലി ചാർജ് അല്ലേ, അവർ പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. അപ്പൊ അവർ തമ്മിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു കൂളോംബിക് റിപ്പൽഷൻ ഉണ്ടാവും. ആ കൂളോംബിക് റിപ്പൽഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി ഇനിഷ്യൽ എനർജി കൊടുത്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ആ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ദ ലൈറ്റ് ന്യൂക്ലിയർ മസ്റ്റ് ഹാവ് എന്താ മക്കളെ സഫിഷ്യന്റ് ഇനിഷ്യൽ എനർജി ടു ഓവർകം ദ കൂളോം പൊട്ടൻഷ്യൽ ബാരിയർ. അതുകൊണ്ട് തന്നെ ഫ്യൂഷൻ റിക്വയർസ് എന്താണ്, വെരി ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ട് ഫ്യൂഷൻ എന്ത് റിക്വയർ ചെയ്യും, ഹൈ ടെമ്പറേച്ചർ റിക്വയർ ചെയ്യും. ഒരു അസർഷൻ റീസൺ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്തുകൊണ്ടാണ് ഫ്യൂഷൻ, ഇപ്പൊ അസർഷൻ ചോദിക്കുക എന്താ, ഫ്യൂഷൻ റിക്വയർസ് വെരി ഹൈ ടെമ്പറേച്ചർ. എന്നിട്ട് റീസൺ പറയുന്നത് എന്താ, ടു ഓവർകം പൊട്ടൻഷ്യൽ ബാരിയർ ഇറ്റ് റിക്വയർസ് ഹയർ എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പൊ അസർഷൻ കറക്റ്റാ, റീസൺ കറക്റ്റാ, റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. കാരണം ഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്താണ് ഹൈ ടെമ്പറേച്ചർ. എന്തിനാ ഒരു ഹൈ ടെമ്പറേച്ചർ, കാരണം ആ ഒരു ഇനിഷ്യൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ആ ഒരു കൂളോം പൊട്ടൻഷ്യൽ ബാരിയർ ഓവർകം ചെയ്ത് ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ കൂടെ എന്ത് ചെയ്യണോടാ, ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈ റിയാക്ഷൻ കൂടെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ. അപ്പൊ നമ്മൾ ഫിഷനും ഫ്യൂഷനും എന്താ റിയാക്ടർ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇത്രയായിരുന്നു എന്ത് മക്കളെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. നമ്മുടെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ വണ്ടർഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യവും നമുക്കൊരു 1.5 hour പറയാൻ പറ്റുന്ന എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ മാത്രം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ന്യൂക്ലിയസ് എന്താ സെറ്റ് ആവും. കാരണം ന്യൂക്ലിയർ കുഞ്ഞു ചാപ്റ്റർ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ സെറ്റ് ആവും. സോ എല്ലാവരും എക്സാം അടുക്കാരൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.